ഹലോ മൈ ഡിയർ സ്റ്റുഡൻസ്. അപ്പോൾ നിങ്ങളെല്ലാവരും മെഗാ ടെസ്റ്റ് അഥവാ നമ്മുടെ ഫിൻ ടെസ്റ്റ് എഴുതി ഇരിക്കും. അപ്പോൾ എങ്ങനെ ഉണ്ടായിരുന്നു എക്സാം? നിങ്ങൾക്ക് എന്ത് തോന്നി എക്സാം എഴുതിയ സമയത്ത്? അപ്പോൾ ഇത്തരമുള്ള എക്സാംസൊക്കെ എന്തിനാണ് നടത്തുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ബോർഡ് എക്സാമിൻ്റെ അതേ പാറ്റേണിൽ നിങ്ങളൊരു എക്സാമിനെ ഫേസ് ചെയ്യണം. അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഇത്തരം ഒരു ഫിൻ ടെസ്റ്റ് അല്ലെങ്കിൽ മെഗാ ടെസ്റ്റ് എന്നുള്ളൊരു രൂപത്തിൽ നമ്മൾ ഇത്തരം എക്സാമുകളൊക്കെ നടത്തുന്നത്. ബോർഡ് എക്സാമിന് പോകുന്നതിന് മുന്നേ നിങ്ങളൊന്ന് പ്രിപ്പയർഡ് ആയിരിക്കണം. എങ്ങനെ ഒരു എക്സാം എഴുതണം, അതിലുള്ള ക്വസ്റ്റ്യൻസ് എങ്ങനെ ജഡ്ജ് ചെയ്യണം, എങ്ങനെ അത്തരം കാര്യങ്ങൾ കാണണം എന്നുള്ളതൊക്കെ അറിയാൻ വേണ്ടിയിട്ട്. ഓക്കെ, അപ്പോൾ അതിനെക്കുറിച്ച് എന്താ പറയുക, നിങ്ങൾ മനസ്സിലാക്കിയിട്ടുണ്ട്. അതായത് നമ്മളിപ്പോൾ ഈ ഒരു എക്സാം എഴുതിയ സമയത്ത് നിങ്ങൾക്ക് കുറച്ചൊക്കെ ഒരു ഐഡിയ കിട്ടിയിട്ടുണ്ടാവും. പ്ലസ് ടുവിൽ നിങ്ങൾ എഴുതിയ ആദ്യത്തെ എക്സാമാണ്. ഓക്കെ, ബയോളജിൻ്റെ കാര്യങ്ങളുമായി ബന്ധപ്പെട്ട് ആദ്യമായിട്ട് എഴുതിയൊരു എക്സാമാണ്. അപ്പോൾ ഇതുപോലെ മുന്നോട്ട് പോകാൻ വേണ്ടിയിട്ട് പഠിക്കുന്ന കുട്ടികൾക്ക് നല്ലൊരു എന്താ പറയുക, ക്വസ്റ്റ്യൻസൊക്കെ എങ്ങനെ ആൻസർ ചെയ്യണം എന്നൊക്കെ അറിയാനുള്ളൊരു സംഗതി കൂടിയാണ്. അതേപോലെ ഇനി ഏതെങ്കിലുമൊക്കെ ഒരു ക്വസ്റ്റ്യൻ പഠിക്കാത്ത മക്കളുണ്ടെന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ കെയർലെസ് മിസ്റ്റേക്ക് കൊണ്ട് ഏതെങ്കിലും ക്വസ്റ്റ്യൻസ് തെറ്റിച്ചിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അവർക്ക് അത്തരം കാര്യങ്ങൾ കറക്റ്റ് ചെയ്യാൻ കൂടിയുള്ളൊരു എന്താ പറയുക, ഒരു ഓപ്പർച്യൂണിറ്റിയാണ് നമ്മുടെ ഫിൻ ടെസ്റ്റ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഏതായാലും നമുക്ക് ഇതിൻ്റെ ക്വസ്റ്റ്യൻസൊക്കെ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. അപ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ടോ കാര്യങ്ങളൊക്കെ ഉണ്ടോ എന്നൊക്കെ അറിയാൻ വേണ്ടിയിട്ടും, അതുപോലെ എങ്ങനെ ക്വസ്റ്റ്യൻ ആൻസർ ചെയ്യണം എന്നുള്ള കാര്യങ്ങളൊക്കെ അറിയാൻ വേണ്ടിയിട്ട് നമുക്ക് ഇതിൻ്റെ ക്വസ്റ്റ്യൻസിൻ്റെ ആൻസേഴ്സ് നമുക്കൊന്ന് ഡിസ്കസ് ചെയ്ത് നോക്കാം. ഓക്കെ, അപ്പോൾ ആദ്യം നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ബോട്ടണിയിലെ ക്വസ്റ്റ്യൻസാണ്. നോക്കിക്കോളൂ, ബോട്ടണിയിൽ നോക്കുക. ഫസ്റ്റ് വൺ, ആൻസർ എനി 3 questions from 1 to 4 ഈച്ച് ക്യാരീസ് 1 score. ഓക്കെ, അതായത് 1 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻസ് ആണ്. നോക്കിക്കോളൂ, ഒന്നാമത്തെ ക്വസ്റ്റ്യൻ, the ovule is attached to the placenta by means of stalk hold. ഓക്കെ, ഒവ്യൂള് പ്ലാസെൻറ്റയിലേക്ക് അറ്റാച്ച് ചെയ്യുന്നത് ഒരു സ്റ്റാക്ക് വെച്ചിട്ടാണ്. സ്റ്റാക്ക് എന്ന് പറഞ്ഞൊരു തണ്ട്. അതിനെന്താ വിളിക്കുക എന്നാണ് ചോദ്യം. നിങ്ങൾക്ക് അറിയുന്ന ക്വസ്റ്റ്യൻ ആയിരിക്കും. അതിന് നമ്മൾ വിളിക്കുന്ന പേരാണ് മക്കളെ എന്ത്? ഫ്യൂണിക്കിൾ. എന്താ വിളിക്കുക? ഫ്യൂണിക്കിൾ. നിങ്ങൾക്ക് അറിയണ കാര്യം. ഓക്കെ, എന്നാൽ നോക്കൂ, അടുത്ത ക്വസ്റ്റ്യൻ നോക്കൂ. ഇൻ ദ ക്രിയേഷൻ ഓഫ് ഫസ്റ്റ് റീകോമിനന്റ് DNA ടെക്നോളജി, ലോകത്ത് ആദ്യത്തെ RDNA ടെക്നോളജി ചെയ്ത 2 സയൻറ്റിസ്റ്റുകൾ നിങ്ങൾക്കറിയാം. അവരുടെ പേരാണെന്ത്? സ്റ്റാൻലി കൊഹൻ ആൻഡ് ഹെർബർട്ട് ബെയർ. ഏതൊക്കെയാണ് 2 സയൻറ്റിസ്റ്റുകൾ? സ്റ്റാൻലി കൊഹനും ഹെർബർട്ട് ബെയറും. ദ പ്ലാസ്മിഡ് യൂസ്ഡ് ആസ് എ വെക്ടർ. ഒരു പ്ലാസ്മിഡിനെ പോലെ എന്താക്കി ഉപയോഗിച്ചു? വെക്ടറാക്കി ഉപയോഗിച്ചു. ടു ലിങ്ക് ദ ആൻറ്റിബയോട്ടിക് റെസിസ്റ്റൻറ്റ് ജീൻ. ഒരു ആൻറ്റിബയോട്ടിക് റെസിസ്റ്റൻറ്റ് ജീൻ ഇങ്ങനെ ഉണ്ടായിരുന്നു. അപ്പോൾ അതിനെ ഈ ഒരു പറയുന്ന ഈക്കോളൈൻ്റെ സെല്ലിൻ്റെ ഉള്ളിലേക്ക്, നിങ്ങൾക്കറിയാം ഈക്കോളൈ എന്ന് പറയുന്ന ഒരു ബാക്ടീരിയൻ്റെ സെല്ലിൻ്റെ ഉള്ളിലേക്ക് പറഞ്ഞേക്കാൻ ഇവരൊരു പ്ലാസ്മിഡിനെ ഉപയോഗിച്ചിട്ടാണ് ഈ ആൻറ്റിബയോട്ടിക് റെസിസ്റ്റൻറ്റ് ജീനെ പറഞ്ഞയച്ചത്. ഇങ്ങനെ പ്ലാസ്മിഡും ഇതും കൂടി ചേർന്ന അതിനെല്ലാം നമ്മൾ RDNA എന്ന് വിളിക്കുക. ഓക്കെ, ആൻഡ് ട്രാൻസ്ഫർ ഇൻ ടു ഈക്കോളൈ സെൽസ് വാസ് ടേക്കൺ ഫ്രം വിച്ച് ബാക്ടീരിയ. അപ്പോൾ നമ്മളോട് ചോദിക്കുന്ന ക്വസ്റ്റ്യൻ, പ്ലാസ്മിഡ് എടുത്തത് ഏത് ബാക്ടീരിയത്തിൽ നിന്നാണെന്നാണ്. നോക്കൂ, ക്വസ്റ്റ്യൻ ശരിക്കും വായിക്കണം കേട്ടോ. ആൻറ്റിബയോട്ടിക് റെസിസ്റ്റൻറ്റ് ജീൻ എടുത്തത് ഏത് ബാക്ടീരിയത്തിൽ നിന്നല്ല, പ്ലാസ്മിഡ് ഏത് ബാക്ടീരിയത്തിൽ നിന്ന് അടുത്തെന്നാണ് ചോദിച്ചത്. ഓക്കെ, അപ്പോൾ നമ്മൾ അങ്ങനെ ഒരു ക്വസ്റ്റ്യൻ ചോദിക്കുകയാണെന്നുണ്ടെങ്കിൽ, ഓക്കെ, ആൻറ്റിബയോട്ടിക് റെസിസ്റ്റൻറ്റ് ജീൻ അല്ല. ആൻറ്റിബയോട്ടിക് റെസിസ്റ്റൻറ്റ് ജീൻ എവിടെ പറഞ്ഞിട്ടില്ല? NCERT പറഞ്ഞിട്ടില്ല. ഈവൻ സ്റ്റാൻലി കോഹനും ഹെർബർട്ട് ബെയറും പോലും അത് പറഞ്ഞിട്ടില്ല. ഓക്കെ, പ്ലാസ്മിഡ് ഇടുന്ന അടുത്തെന്ന് ചോദിച്ചാൽ അതിനൊരൊറ്റ ഉത്തരമുള്ളൂ. അതെടുത്തത് ഒരു ബാക്ടീരിയ എന്നാണ്. ബാക്ടീരിയൻ്റെ പേരാണ് മക്കളെ എന്ത്? സാൽമോണല്ല ടൈഫിമ്യൂരിയം. പറയാം മക്കളെ, ബാക്ടീരിയൻ്റെ പേരെന്താ? സാൽമോണല്ല ടൈഫിമ്യൂരിയം. ഓക്കെ, അപ്പോൾ അതാണ് അതിൻ്റെ ആൻസർ. അടുത്ത നോക്കൂ, ഇഫ് എ ഡിപ്ലോയിഡ് അഥവാ 2N ഫീമെയിൽ പ്ലാന്റ്. ഓക്കെ, ഫീമെയിൽ പ്ലാന്റ് 2N ആണെങ്കിൽ, ആൻഡ് എ ടെട്രാപ്ലോയിഡ് അഥവാ 4N മെയിൽ പ്ലാന്റ് 4N ആണെങ്കിൽ, വാസ് ക്രോസ്ഡ്, ദ പ്ലോയിഡി ഓഫ് എൻഡോസ്പേം ഷാൾ ബി. എൻഡോസ്പേമിൻ്റെ പ്ലോയിഡി ലെവൽ എന്താണെന്നാണ് ചോദിക്കുക. ഓക്കെ, അപ്പോൾ നിങ്ങൾ നോക്കൂ, ശരിക്കും ശ്രദ്ധിക്കുക കേട്ടോ. നിങ്ങൾക്കറിയാം എൻഡോസ്പേം എങ്ങനെ ഉണ്ടാവും നിങ്ങൾ പഠിച്ചിട്ടുണ്ട്. ഓക്കെ, നിങ്ങൾ എന്താ പറയുക, ട്രിപ്പിൾ ഫ്യൂഷൻ എന്നൊക്കെ കേട്ടിട്ടുണ്ടാവും, ഡബിൾ ഫെർട്ടിലൈസേഷൻ്റെ. ഓക്കെ, അഥവാ ഒരു മെയിൽ ഗമീറ്റ് ഉണ്ടെങ്കിൽ നോക്കുക, ഒരു മെയിൽ ഗമീറ്റ് N ആണ്, അത് നിങ്ങൾക്ക് അറിയുന്ന കാര്യമാണ്. പിന്നെ അതേപോലെ തന്നെ ഒരു പോളാർ ന്യൂക്ലിയ ഉണ്ടാവും. പോളാർ ന്യൂക്ലിയ എന്താണ്? 2N ആണ്. ഇത് രണ്ടും കൂടി ഫ്യൂസ് ചെയ്താലാണ് എന്ത് കിട്ടുക? എൻഡോസ്പേം അഥവാ പെൻ കിട്ടുക. പെൻ. അതുകൊണ്ട് തന്നെ പെൻ എന്താണ്? 3N ആണെന്ന് നിങ്ങൾക്കറിയാം. ഓക്കെ, നിങ്ങൾക്ക് അറിയുന്ന കാര്യമാണ്. അപ്പോൾ നമ്മളോട് ചോദിച്ചിട്ടുള്ളത് ഫീമെയിൽ പ്ലാന്റ് ഡിപ്ലോയിഡാണ്. നോർമലി പോളാർ ന്യൂക്ലിയ ഉണ്ടാവുന്ന സമയത്ത് ഡിപ്ലോയിഡ് ആയിട്ടുള്ള ഒരു ഫീമെയിൽ പ്ലാന്റ് ആണ് പ്രൊഡ്യൂസ് ചെയ്യുക. ഞാൻ പറഞ്ഞുതരാം. ഇവിടെ ഒരു ഫീമെയിൽ പ്ലാന്റ് ഉണ്ടെന്ന് വിചാരിച്ചോളി. നിങ്ങൾക്കറിയാലോ, ഫീമെയിൽ പ്ലാന്റ് 2N ആണ്. ഓക്കെ, ഇതിന് മിയോസിസ് നടന്നിട്ടാണ് ഇവിടുന്ന് ഗമീറ്റുകൾ ഫോം ചെയ്യുക. മിയോസിസ് നടക്കും. മിയോസിസ് എന്ന് പറഞ്ഞാൽ റിഡക്ഷൻ ഡിവിഷനാണ്. അപ്പോൾ നിങ്ങൾക്കറിയാം ഫീമെയിൽ പ്ലാന്റ് 2N ആണെങ്കിൽ അതിന് മിയോസിസ് ഉണ്ടാവുന്ന ഗമീറ്റ് എന്താ? N ആയിരിക്കും. ഓക്കെ, ഗമീറ്റ് എപ്പോഴും N ആയിരിക്കും. ശ്രദ്ധിക്കുക, ഗമീറ്റ് എന്തായിരിക്കും? N ആയിരിക്കും. ഓക്കെ അല്ലേ?
പക്ഷേ ഒരു പോളാർ ന്യൂക്ലിയ ഉണ്ടാവുന്ന സമയത്ത് 2 ഗമീറ്റുകൾ ഫ്യൂസ് ചെയ്യും. അതുകൊണ്ട് തന്നെ പോളാർ ന്യൂക്ലിയ എപ്പോഴും എന്തായിരിക്കും? 2n ആയിരിക്കും. 2 ഗമീറ്റുകൾ ഫ്യൂസ് ചെയ്തിട്ട് എന്തുണ്ടാക്കും? പോളാർ ന്യൂക്ലിയ ഉണ്ടാക്കും. അതുകൊണ്ട് തന്നെ അതെന്തായിരിക്കും? 2n ആയിരിക്കും. അപ്പോൾ അങ്ങനെ നമ്മൾ പറഞ്ഞു. അപ്പോൾ പോളാർ ന്യൂക്ലിയ കിട്ടി 2n ആണ്. ഇനി നമ്മൾ നോക്കണം ടെട്രാപ്ലോയിഡ് ആയിട്ടുള്ള ഒരു മെയിൽ പ്ലാന്റാണ്. ഓക്കെ, അഥവാ ഞാനിവിടെ ഇങ്ങനെ എഴുതി മെയിൽ പ്ലാന്റ് എന്താണ്? 4n ആണ്, ടെട്രാപ്ലോയിഡ് ആണ്. അപ്പോൾ അവിടുന്ന് ഗമീറ്റുകൾ പ്രൊഡ്യൂസ് ചെയ്യുന്ന സമയത്ത് അവിടെ മിയോസിസ് സംഭവിച്ചാൽ എന്താ സംഭവിക്കുക? 4n നിങ്ങൾ നോക്കി 2n മിയോസിസ് സംഭവിക്കുമ്പോൾ n ഉണ്ടാവും. അങ്ങനെയാണെങ്കിൽ 4n മിയോസിസ് സംഭവിച്ചാൽ എന്തുണ്ടാവുക? അവിടുന്ന് ഉണ്ടാവുന്ന ഗമീറ്റുകൾ എന്തായിരിക്കും? നോക്കി 4n മിയോസിസ് എന്ന് പറഞ്ഞാൽ റിഡക്ഷൻ ഡിവിഷൻ അല്ലേ? 4n മിയോസിസ് സംഭവിച്ചാൽ എന്തുണ്ടാവുക? 2n അല്ലേ ഉണ്ടാവുക? എന്തുണ്ടാവുക? 2n ആണ് ഉണ്ടാവുക. ഓക്കെ, അപ്പോൾ അങ്ങനെയാണെങ്കിൽ ഇതൊന്നും കൂടി പറഞ്ഞു നോക്കി. ഓക്കെ, മെയിൽ ഗമീറ്റ് അഥവാ 2n പ്ലസ് പോളാർ ന്യൂക്ലിയ അഥവാ അതും 2n, ഇത് രണ്ടും കൂടി ഫ്യൂസ് ചെയ്തിട്ട് ഫോം ചെയ്യുന്ന എൻഡോസ്പേം അപ്പോൾ എന്തായിരിക്കും? 2n ഫ്യൂസ് ചെയ്താൽ എൻഡോസ്പേം എന്തായിരിക്കും? 4n ആയിരിക്കും വരിക. ഓക്കെ, 4n എന്ന് പറഞ്ഞാൽ ടെട്രാപ്ലോയിഡ് ആണ്. അതിൻ്റെ ഓപ്ഷൻ എന്താ വരിക? എ ആണ് വരിക കേട്ടോ. ഓക്കെ, 4n ടെട്രാപ്ലോയിഡ് ആണ്. അതിൻ്റെ ഓപ്ഷൻ എന്താ വരിക? എ ആണ് വരിക. ഓക്കെ, അപ്പോൾ അങ്ങനെയാണ് നമ്മൾ ഈ ഒരു ക്വസ്റ്റ്യൻ അറ്റൻഡ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ ശ്രദ്ധിക്കുക, ഇതാണ് 3ാമത്തെ ക്വസ്റ്റ്യൻ. 4ാമത്തെ ക്വസ്റ്റ്യൻ നോക്കൂ. ഇൻ ഐസൊലേഷൻ ഓഫ് എ ജനറ്റിക് മെറ്റീരിയൽ, ഒരു ജനറ്റിക് മെറ്റീരിയൽ ഐസൊലേറ്റ് ചെയ്യുമ്പോൾ നിങ്ങൾക്കറിയാം RDNA ടെക്നോളജിക്ക് 8 സ്റ്റെപ്പ് ഉണ്ട്. ഓക്കെ, അതിൽ 1ാമത്തെ സ്റ്റെപ്പാണ് എന്ത്? ഐസൊലേഷൻ ഓഫ് ജനറ്റിക് മെറ്റീരിയൽ. ദ സെപ്പറേഷൻ ഓഫ് പ്രസിപ്പിറ്റേറ്റഡ് DNA ഫ്രാഗ്മെന്റ്സ്. പ്രസിപ്പിറ്റേറ്റഡ് DNA ഫ്രാഗ്മെന്റ്സിനെ സെപ്പറേറ്റ് ചെയ്തെടുക്കാൻ പറ്റും. പ്രസിപ്പിറ്റേഷൻ എങ്ങനെ നടത്താൻ നിങ്ങൾക്കറിയാം. ഒരു ചിൽഡ് എത്തനോൾ ആഡ് ചെയ്ത് കൊടുക്കുമ്പോഴാണ് DNA ഫ്രാഗ്മെന്റ്സ് എന്ത് ചെയ്യുക? പ്രസിപ്പിറ്റേറ്റ് ചെയ്ത് വരിക. ഓക്കെ, പ്രസിപ്പിറ്റേറ്റഡ് DNA ഫ്രാഗ്മെന്റ്സിനെ സെപ്പറേറ്റ് ചെയ്തെടുക്കുന്ന പ്രോസസ്സിന് എന്താ വിളിക്കുക എന്നാണ് ചോദിക്കുന്നത്. പറയുമക്കളെ, ആ പ്രോസസ്സിനെ വിളിക്കുന്ന പേരാണ് സ്പൂളിംഗ്. പറയുമക്കളെ, എന്താ വിളിക്കുക? സ്പൂളിംഗ്. ആ പ്രോസസ്സിനെ വിളിക്കുന്ന പേരെന്താ? സ്പൂളിംഗ്. എന്താ വിളിക്കുക? സ്പൂളിംഗ്. ഓക്കെ, അപ്പോൾ ഇവിടെ നിങ്ങൾ തെറ്റിദ്ധരിക്കരുത്. ഇവിടെ ചില കുട്ടികൾ തെറ്റിക്കുന്ന ഒരു സംഭവമായിരിക്കും. സെപ്പറേഷൻ ഓഫ് DNA ഫ്രാഗ്മെന്റ്സ് എന്ന് പറഞ്ഞാൽ നേരെ പോയിട്ട് ജെൽ ഇലക്ട്രോഫോറസിസ് എഴുതും. തെറ്റാണ്. ഓക്കെ, അതായത് സെപ്പറേഷൻ ഓഫ് DNA ഫ്രാഗ്മെന്റ്സ് ആണ് ചോദിച്ചിരിക്കണമെന്നുണ്ടെങ്കിൽ ഓക്കെ, അത് ജെൽ ഇലക്ട്രോഫോറസിസ് കറക്റ്റാണ്. പക്ഷെ ഇവിടെ ചോദിച്ചിരിക്കുന്നത് സെപ്പറേഷൻ ഓഫ് പ്രസിപ്പിറ്റേറ്റഡ് DNA ഫ്രാഗ്മെന്റ്സ് എന്നാണ്. ആ പ്രസിപ്പിറ്റേറ്റഡ് എന്ന് പറയുന്ന വാക്കിൻ്റെ ഒരു പ്രത്യേകത ഉണ്ട്. അപ്പോൾ അത്തരം ഒരു കേസിൽ ആൻസർ ചോദിക്കുന്ന സമയത്ത് എന്തേ വരുള്ളൂ? സ്പൂളിങ്ങേ വരുള്ളൂ. ഓക്കെ അല്ലേ? ഇനി നോക്കൂ അടുത്ത ക്വസ്റ്റ്യൻ. അപ്പോൾ 1 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻസ് കഴിഞ്ഞു. ഇതിൽ ഏതെങ്കിലും 3 എഴുതിയാൽ മതി. 4 എഴുതിയിട്ട് 1 തെറ്റിയാലും പ്രശ്നമൊന്നുമില്ല. 3 മാർക്ക് നിങ്ങൾക്ക് കിട്ടും കേട്ടോ. അടുത്ത നോക്കൂ. ആൻസർ ഇനി 9 ക്വസ്റ്റ്യൻസ് ഫ്രം 5 to 14. ഈച്ച് ക്യാരീസ് 2 scores. ഓക്കെ, 9 ക്വസ്റ്റ്യൻസ് അറ്റൻഡ് ചെയ്യണം കേട്ടോ. നോക്കിക്കോളൂ. ഒന്നാമത്തെ, ഗിവ് എൻ എക്സാമ്പിൾ ഫോർ എ വാട്ടർ പോളിനേറ്റഡ് പ്ലാന്റ്. ഓക്കെ, ഒരു വാട്ടർ പോളിനേറ്റഡ് പ്ലാന്റിന് എക്സാമ്പിൾ നിങ്ങൾക്കറിയാം. ഏതൊക്കെയാണ് വാട്ടർ പോളിനേറ്റഡ് പ്ലാന്റ്? ഹൈഡ്രിൽ ഉണ്ട്, വാലിസ്നേറിയ ഉണ്ട്, പിന്നെ സോസ്റ്റെറ. ഇതൊക്കെ എന്താണ്? വാട്ടർ പോളിനേറ്റഡ് പ്ലാന്റാ. ഹൈഡ്രില്ല, വാലിസ്നേറിയ, സോസ്റ്റെറ. റൈറ്റ് ഇറ്റ്സ് ഫീച്ചേഴ്സ്. അതിൻ്റെ ഫീച്ചേഴ്സ് എഴുതാൻ ചോദിക്കുന്നു. ഓക്കെ, എന്തൊക്കെയായിരിക്കും അതിൻ്റെ ഫീച്ചേഴ്സ് വരിക? അതിൻ്റെ ഫീച്ചേഴ്സ് നമുക്ക് പറയാം. പിന്നെ ഒരു മ്യൂസിലേജിനസ് കോട്ടിംഗ് ഉണ്ടാവും. ഓക്കെ, ഒരു 2 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻ അല്ലേ, 1 or 2 ഫീച്ചേഴ്സ് എഴുതിയാൽ മതി കേട്ടോ. ഒരു മ്യൂസിലേജിനസ് കോട്ടിംഗ് ഉണ്ടാവും. ഓക്കെ, വാട്ടർ പോളിനേറ്റഡ് പ്ലാന്റ് ആണെങ്കിൽ അവർക്ക് എന്തുണ്ടാവും? ഒരു മ്യൂസിലേജിനസ് കോട്ടിംഗ് ഉണ്ടാവും. അതേപോലെ തന്നെ ലോങ് ആൻഡ് റിബൺ ലൈക്ക് ആണ്. ഓക്കെ, ലോങ് ആൻഡ് റിബൺ ലൈക്ക് ആണ്. പിന്നെ അതേപോലെ തന്നെ നോട്ട് കളർഫുൾ ഒന്നല്ല. ഓക്കെ, കളർഫുൾ ആവേണ്ട ആവശ്യമില്ല, കാരണം വാട്ടർ പോളിനേറ്റഡ് ആണ് പ്ലാന്റ്. ഓക്കെ, പിന്നെ അതേപോലെ തന്നെ നോ നെക്ടർ ഒന്നും ഉണ്ടാവില്ല. നെക്ടറിൻ്റെ ആവശ്യവുമില്ല, കാരണം വാട്ടർ പോളിനേറ്റഡ് ആണല്ലോ. നെക്ടർ പൊതുവേ നമ്മൾ ബയോട്ടിക് ഏജൻസിനെ അട്രാക്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ് എന്ത് ഉപയോഗിക്കുക? ഇൻസെക്ട്സിനൊക്കെ അട്രാക്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നെക്ടറൊക്കെ വേണ്ടത്. ഓക്കെ, അപ്പോൾ കളർഫുൾ അല്ല, നെക്ടർ ഇല്ല, മ്യൂസിലേജിനസ് കോട്ടിംഗ് ഉണ്ടാവും, ലോങ് ആൻഡ് റിബൺ ലൈക്ക് ആണ്. വേറെ എന്ത് നിങ്ങൾക്ക് അറിയണം? എന്ത് പോയിന്റ് എഴുതി കേട്ടോ. ഓക്കെ, ഇതുമായി ബന്ധപ്പെട്ട പോയിന്റുകൾ എഴുതിച്ചാൽ മാർക്ക് കിട്ടും. നോക്കിക്കോളൂ. അടുത്ത ക്വസ്റ്റ്യൻ, റൈറ്റ് അബൌട്ട് ഡൗൺ സ്ട്രീം പ്രോസസ്സിംഗ്. ഓക്കെ, നിങ്ങൾക്കറിയാം RDNA ടെക്നോളജിയിലെ 8ാമത്തെ സ്റ്റെപ്പാണെന്ത്? ഡൗൺ സ്ട്രീം പ്രോസസ്സിംഗ്. എന്തൊക്കെയാണ് ഡൗൺ സ്ട്രീം പ്രോസസ്സിംഗ്? ഓക്കെ, ഡൗൺ സ്ട്രീം പ്രോസസ്സിംഗ് എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് ദ മെത്തേഡ് ഓഫ് എന്താ? സെപ്പറേഷൻ ആൻഡ് പ്യൂരിഫിക്കേഷൻ of the product after the biosynthetic stage.
ആഫ്റ്റർ ദ ബയോസിന്തറ്റിക് സ്റ്റേജ്. അഥവാ ഒരു ബയോറിയാക്ടറിൽ നമ്മൾ സാധനങ്ങൾ ഉണ്ടാക്കിയതിന് ശേഷം ആ പ്രൊഡക്റ്റ് നമ്മൾ എന്ത് ചെയ്യണം? സെപ്പറേറ്റ് ചെയ്യണം, പ്യൂരിഫൈ ചെയ്യണം. ഓക്കെ, അതാണ് ഡൗൺ സ്ട്രീം പ്രോസസ്സിങ്ങിൻ്റെ ഫസ്റ്റ് പരിപാടി. പിന്നെ ഇറ്റ് ഈസ് ആഡഡ് വിത്ത് സ്യൂട്ടബിൾ പ്രിസർവേറ്റീവ്സ്. ഓക്കെ, അതിലേക്ക് നമ്മൾ എന്ത് ഒഴിച്ചു കൊടുക്കുന്നു? ഇറ്റ് ഈസ് ആഡഡ് വിത്ത് സ്യൂട്ടബിൾ പ്രിസർവേറ്റീവ്സ്. സ്യൂട്ടബിൾ ആയിട്ടുള്ള പ്രിസർവേറ്റീവ്സ് ഒഴിച്ചു കൊടുക്കും. കേട് വരാതിരിക്കാനുള്ള സാധനങ്ങൾ ഒഴിച്ചു കൊടുക്കും, സ്യൂട്ടബിൾ ആയിട്ടുള്ള പ്രിസർവേറ്റീവ്സ്. ഓക്കെ, പിന്നെ അതേപോലെ തന്നെ ഇറ്റ് അണ്ടർഗോ ക്ലിനിക്കൽ ട്രയൽസ്. അതെന്തിനു കൊണ്ടുപോകും? ക്ലിനിക്കൽ ട്രയൽസിന് കൊണ്ടുപോകും. ക്ലിനിക്കൽ ട്രയൽസ് ആൻഡ് ക്വാളിറ്റി ടെസ്റ്റിംഗ് ഇൻ കേസ് ഓഫ് ഡ്രഗ്സ്. ഓക്കെ, അത് മരുന്നുകളാണെന്നുണ്ടെങ്കിൽ നമ്മൾ എന്തിനു കൊണ്ടുപോകും? ക്ലിനിക്കൽ ട്രയൽസിനും അതേപോലെ ക്വാളിറ്റി ടെസ്റ്റിങ്ങിനൊക്കെ കൊണ്ടുപോകും. ഓക്കെ, ഈ പറയുന്ന കളക്ഷൻ ഓഫ് സ്റ്റെപ്പിന്, അതായത് നമ്മളൊരു സാധനം ഉണ്ടാക്കിയതിന് ശേഷം ഇപ്പോൾ നമ്മളൊരു വാക്സിനോ അല്ലെങ്കിൽ ഒരു ആൻറ്റിബയോട്ടിക്കോ അല്ലെങ്കിൽ ഒരു എൻസൈമോ ഉണ്ടാക്കിയിട്ട് നേരിട്ട് ആൾക്കാർ കൊടുക്കില്ല. ഈ പറയുന്ന സാധനങ്ങൾ ആൾക്കാരിലേക്ക് എത്തിക്കുന്നതിന് മുന്നേ അതിനെ നമ്മൾ സെപ്പറേറ്റ് ചെയ്യണം. ഓക്കെ, അതിലെന്തെങ്കിലും എന്താ പറയുക കേട് വരുന്ന കണ്ടാമിനൻസ് ഉണ്ടോ എന്നുള്ളത് ചെക്ക് ചെയ്യണം, അതിൻ്റെ ക്വാളിറ്റി ചെക്ക് ചെയ്യണം. അത് കേട് വരാതിരിക്കാൻ വേണ്ടിയിട്ട് പ്രിസർവേറ്റീവ്സ് ആഡ് ചെയ്ത് കൊടുക്കണം. അതൊരു വാക്സിനൊക്കെ ആണെന്നുണ്ടെങ്കിൽ ആദ്യം നമ്മൾ മൃഗങ്ങളിൽ പരീക്ഷിക്കണം, പിന്നെ നമ്മൾ കുറച്ച് മനുഷ്യരിൽ പരീക്ഷിക്കണം. എന്നിട്ട് ഇത്രയും കാര്യങ്ങളൊക്കെ ചെയ്തിട്ടേ നമ്മളൊരു പ്രൊഡക്റ്റ് ആക്കിയിട്ട് മാർക്കറ്റിലേക്ക് ഇറക്കാൻ പറ്റുള്ളൂ. അപ്പോൾ ആ മൊത്തം സ്റ്റെപ്പുകളെ ഒന്നിച്ച് വിളിക്കുന്ന പേരാണെന്ത്? ഡൗൺ സ്ട്രീം പ്രോസസ്സിംഗ്. ഓക്കെ, ഇതാണ് ക്വസ്റ്റ്യൻ്റെ ആൻസർ. നോക്കിക്കോളൂ. നെക്സ്റ്റ് വൺ, ഡിഫറൻഷിയേറ്റ് ട്രൂ ഫ്രൂട്ട്സ് ആൻഡ് ഫാൾസ് ഫ്രൂട്ട്സ് വിത്ത് എക്സാമ്പിൾസ്. ഓക്കെ, ട്രൂ ഫ്രൂട്ട്സ് എന്താ, ഫാൾസ് ഫ്രൂട്ട് എന്താ? സിമ്പിൾ ക്വസ്റ്റ്യൻ അല്ലേ? ഓക്കെ, ട്രൂ ഫ്രൂട്ട് എന്താ? ഫ്രൂട്ട് ഫോംഡ് ഫ്രം ദ ഓവറി വാൾ. ഓക്കെ, ഓവറി വാളിൽ നിന്ന് ഫോം ചെയ്ത ഫ്രൂട്ട് അഥവാ ഓവറിയിൽ നിന്ന് ഫോം ചെയ്ത ഫ്രൂട്ടിനെ വിളിക്കുന്ന പേരാണെന്ത്? ട്രൂ ഫ്രൂട്ട്സ്. ഓക്കെ, പിന്നെ ഫാൾസ് ഫ്രൂട്ടോ? ഫാൾസ് ഫ്രൂട്ട് എന്ന് പറഞ്ഞാൽ അതിൻ്റെ നേരെ ഓപ്പോസിറ്റ്. ഫ്രൂട്ട് ഫോംഡ് ഫ്രം അതർ ദാൻ ഓവറി വാൾ. ഓവറി വാൾ എന്നല്ലാതെ വേറെ എവിടെന്നെങ്കിലും ഫ്രൂട്ട് ഫോം ചെയ്യുകയാണെങ്കിൽ അതിനെ വിളിക്കുന്ന പേരാണെന്ത്? ഫാൾസ് ഫ്രൂട്ട്. അതിപ്പോൾ ഒരു തലാമസ് എന്നൊക്കെ ആവാം. തലാമസ് എന്നൊക്കെ ചിലപ്പോൾ എന്ത് ചെയ്യാം? ഫ്രൂട്ട് ഫോം ചെയ്യാം. അതിന് എക്സാമ്പിൾ ഉണ്ട്. എന്തൊക്കെ എക്സാമ്പിൾ? ആപ്പിൾ കൊടുക്കാം, പിന്നെ സ്ട്രോബെറി കൊടുക്കാം. ആപ്പിള്, സ്ട്രോബെറി, കാഷ്യൂനട്ട്, ഇതൊക്കെ നിങ്ങൾ പഠിച്ചതാ. ഓക്കെ, സിമ്പിൾ ക്വസ്റ്റ്യൻ ആണ്. ട്രൂ ഫ്രൂട്ടും ഫാൾസ് ഫ്രൂട്ടും തമ്മിലുള്ള വ്യത്യാസം എഴുതാനും എക്സാമ്പിൾ എഴുതാനും. ഓക്കെ, പിന്നെ നോക്കുക. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, എക്സ്പ്ലെയിൻ ദ 2 പ്രിൻസിപ്പിൾസ് ഓഫ് മോഡേൺ ബയോടെക്നോളജി. മോഡേൺ ബയോടെക്നോളജിൻ്റെ 2 പ്രിൻസിപ്പിൾസ് എഴുതി എക്സ്പ്ലെയിൻ ചെയ്യാൻ വേണ്ടിയിട്ട്. ഓക്കെ, നിങ്ങൾക്കറിയാം മോഡേൺ ബയോടെക്നോളജിക്ക് 2 പ്രിൻസിപ്പിൾസ് ഉണ്ട്. ഒന്നാമത്തെ പ്രിൻസിപ്പിളിൻ്റെ പേരാണ് മക്കളെ എന്ത്? ജനറ്റിക് എഞ്ചിനീയറിംഗ്. എന്താ വിളിക്കുക? ജനറ്റിക് എഞ്ചിനീയറിംഗ്. ഓക്കെ, പിന്നെ രണ്ടാമത്തേതിൻ്റെ പേരാണെന്ത്? ബയോ പ്രോസസ് എഞ്ചിനീയറിംഗ്. രണ്ടാമത്തേതിൻ്റെ പേരെന്താ? ബയോ പ്രോസസ് എഞ്ചിനീയറിംഗ്. ഓക്കെ, മോഡേൺ ബയോടെക്നോളജിക്ക് 2 പ്രിൻസിപ്പിൾസ് ഉണ്ട്. ഏതൊക്കെയാണ് 2 പ്രിൻസിപ്പിൾസ്? ജനറ്റിക് എഞ്ചിനീയറിംഗ് ഉണ്ട്, ബയോ പ്രോസസ് എഞ്ചിനീയറിംഗ് ഉണ്ട്. ഓക്കെ, എന്താ ജനറ്റിക് എഞ്ചിനീയറിംഗ് എന്ന് പറഞ്ഞാൽ? ഇറ്റ് ഈസ് ദ ടെക്നിക്. ഓക്കെ, അതൊരു ടെക്നിക്കാണ് ടു ആൾട്ടർ the chemistry of genetic material. ഒരു ജനറ്റിക് മെറ്റീരിയലിൻ്റെ കെമിസ്ട്രി അൾട്ടർ എന്ന് പറഞ്ഞാൽ ചേഞ്ച് ചെയ്യുക. ജനറ്റിക് മെറ്റീരിയൽ എന്ന് പറഞ്ഞാൽ അതെന്താവാം? DNA ആൻഡ് RNA. ഒന്നുകിൽ DNA ആവാം, അല്ലെങ്കിലോ RNA ആവാം. ആൻഡ് എന്നിട്ടോ ഇൻട്രൊഡ്യൂസ്ഡ് ഇൻ ടു ഹോസ്റ്റ് ഓർഗാനിസം. Introduced into host organism to change the phenotype of host. ഒരു ഓർഗാനിസത്തിൻ്റെ ജനറ്റിക് മെറ്റീരിയലിൽ മാറ്റങ്ങൾ വരുത്തിയിട്ട് അതിനെ നമ്മൾ എന്ത് ചെയ്യുന്നു? ഒരു ഹോസ്റ്റ് ഓർഗാനിസത്തിലേക്ക് ഇൻസേർട്ട് ചെയ്യുന്നു. എവിടേക്ക് ഇൻസേർട്ട് ചെയ്യുക? ഹോസ്റ്റ് ഓർഗാനിസത്തിലേക്ക് ഇൻസേർട്ട് ചെയ്തിട്ട് ആ ഹോസ്റ്റ് ഓർഗാനിസത്തിന് എന്ത് ചേഞ്ച് ചെയ്യുന്നു? ഫീനോടൈപ്പ് ചേഞ്ച് ചെയ്യുന്നു. ഫീനോടൈപ്പ് എന്ന് പറഞ്ഞാൽ അറിയാം, പുറമേ നിന്ന് വിസിബിൾ ആയിട്ടുള്ള ക്യാരക്ടേഴ്സ് ആണെന്ത്? ഫീനോടൈപ്പ്. അപ്പോൾ ഇത്തരം ഒരു പരിപാടിനെ വിളിക്കുന്ന പേരാണെന്ത്? ജനറ്റിക് എഞ്ചിനീയറിംഗ്. മക്കളെ എന്താ വിളിക്കുക? ജനറ്റിക് എഞ്ചിനീയറിംഗ്. ഓക്കെ, രണ്ടാമത്തതാണ് ബയോ പ്രോസസ് എഞ്ചിനീയറിംഗ്. എന്താ വിളിക്കുക? ബയോ പ്രോസസ് എഞ്ചിനീയറിംഗ്. എന്താ ബയോ പ്രോസസ് എഞ്ചിനീയറിംഗ് എന്ന് പറഞ്ഞാൽ? മെയിൻ്റനൻസ് ഓഫ്, നിലനിർത്തുക. എന്താ മെയിൻറ്റെയിൻ ചെയ്യേണ്ടത്? മെയിൻ്റനൻസ് ഓഫ് സ്റ്റെറൈൽ
സ്റ്റെറൈൽ എന്ന് പറഞ്ഞാൽ എന്താണെന്നൊരു മൈക്രോബിയൽ കണ്ടാമിനേഷൻ ഫ്രീ, അതായത് മൈക്രോ ഓർഗാനിസംസിൻ്റെ കണ്ടാമിനേഷൻ ഒന്നും ഇല്ലാത്ത, ഓക്കെ, മൈക്രോബിയൽ കണ്ടാമിനേഷൻ ഫ്രീ ആംബിയൻസ് അല്ലെങ്കിൽ എൻവയോൺമെൻറ്റ്, ഓക്കെ, ഇൻ കെമിക്കൽ എഞ്ചിനീയറിംഗ് പ്രോസസ്സസ്, to enable the growth of only desired microbe. ഓക്കെ, നമുക്കിഷ്ടമുള്ള മൈക്രോ ഓർഗാനിസംസിൻ്റെ ഗ്രോത്തിന് എന്ത് ചെയ്യുക, എനേബിൾ ചെയ്യുക. ഓർ യൂക്യാരിയോട്ടിക് സെൽ, അല്ലെങ്കിൽ യൂക്യാരിയോട്ടിക് സെൽ ഫോർ ദ മാനുഫാക്ചർ ഓഫ്. നോക്കൂ, ഈ ബയോ പ്രോസസ് എഞ്ചിനീയറിംഗ് എപ്പോഴാണ് നമ്മൾ ഉപയോഗിക്കുക എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ചില സാധനങ്ങളുടെ മാനുഫാക്ചറിൻ്റെ സമയത്താണ്. എന്തൊക്കെയാണ് സാധനങ്ങൾ? മാനുഫാക്ചർ ഓഫ് ഒന്നുകിൽ ആൻറ്റിബയോട്ടിക്സ്, പറയാം മക്കളെ, ഒന്നുകിൽ എന്താ ആൻറ്റിബയോട്ടിക്സ്, അല്ലെങ്കിൽ എൻസൈംസ്, ഓക്കെ, അതുമല്ലെങ്കിൽ വാക്സിൻസ്. ഇത്തരം സാധനങ്ങളുടെ ഇത്തരം സാധനങ്ങളുടെ എന്താ പറയുക പ്രൊഡക്ഷന് വേണ്ടിയിട്ടാണ് നമ്മൾ എന്ത് അപ്ലൈ ചെയ്യാറുള്ളത്? ബയോ പ്രോസസ് എഞ്ചിനീയറിംഗ്. ഏതൊക്കെയാണ് സംഭവങ്ങൾ? ആൻറ്റിബയോട്ടിക്, എൻസൈംസ്, വാക്സിൻസ് എക്സെട്ര. ഓക്കെ, അവർ സ്റ്റെറൈൽ ആയിട്ടുള്ള ഒരു എൻവയോൺമെൻറ്റ് ക്രിയേറ്റ് ചെയ്യുക, മൈക്രോബിയൽ കണ്ടാമിനേഷൻ ഒന്നും ഇല്ലാത്തൊരു എൻവയോൺമെൻറ്റ് ക്രിയേറ്റ് ചെയ്യുക. നമുക്കിഷ്ടമുള്ള മൈക്രോബ് മാത്രമേ അവിടെ വളരാൻ പാടുള്ളൂ. ഒരു വാക്സിനൊക്കെ ഉണ്ടാക്കുന്ന സമയത്ത് അതിൻ്റെ കൂട്ടത്തിൽ മറ്റു മൈക്രോ ഓർഗാനിസം വളരാൻ പാടില്ല. അങ്ങനെയാണെങ്കിൽ വാക്സിൻ ഒരാൾക്കൊരു അസുഖം മാറാൻ വേണ്ടിയിട്ട് നമ്മൾ കുത്തിവെക്കുന്ന സമയത്ത് അയാൾക്ക് ചിലപ്പോൾ വേറെ ഏതെങ്കിലും ബാക്ടീരിയൻ്റെ ഡിസീസ് കിട്ടും. ഓക്കെ, അപ്പോൾ അതിനാണ് നമ്മളൊരു സ്റ്റെറൈൽ ആയിട്ടുള്ള ഒരു മൈക്രോബിയൽ കണ്ടാമിനേഷൻ ഫ്രീ ആയിട്ടുള്ള ഒരു എൻവയോൺമെൻറ്റ് ക്രിയേറ്റ് ചെയ്യേണ്ടത്. പിന്നെ നോക്കിക്കോളൂ. ഒബ്സർവ് ദ ഡയഗ്രാം ഓഫ് പൊള്ളൻ ഗ്രെയിൻ ഗിവൺ ബിലോ ആൻഡ് ആൻസർ ദ ക്വസ്റ്റ്യൻസ്. ഓക്കെ, ഈ ഡയഗ്രാം നോക്കിയിട്ട് കുറച്ച് ക്വസ്റ്റ്യൻസ് ആൻസർ ചെയ്യാൻ. ഐഡൻറ്റിഫൈ ദ സെൽ എ ആൻഡ് ബി. സിമ്പിൾ ക്വസ്റ്റ്യൻ അല്ലേ? എ ഏത് സെല്ലാ? വലിയ സെല്ലാണെന്ത്? വെജിറ്റേറ്റീവ് സെൽ. പറയാം മക്കളെ, എ ഏതാ സെല്ല്? വെജിറ്റേറ്റീവ് സെല്ല്. ബിയോ? ബി എന്ന് പറഞ്ഞാൽ ജനറേറ്റീവ് സെല്ലാണ്. പറയാം മക്കളെ, ബി ഏതാണ്? ജനറേറ്റീവ് സെൽ. എ വെജിറ്റേറ്റീവ് സെല്ലാണ്, ബി ഏതാണ്? ജനറേറ്റീവ് സെല്ലാണ്. പിന്നെ അടുത്ത് റൈറ്റ് 2 ഫീച്ചേഴ്സ് ഓഫ് എ. എൻ്റെ 2 ഫീച്ചേഴ്സ് എഴുതാൻ ചോദിക്കുന്നു. ഓക്കെ, എൻ്റെ ഫീച്ചേഴ്സ് അഥവാ വെജിറ്റേറ്റീവ് സെല്ല് ലാർജ് സൈസ്ഡ് ആണ്. പിന്നെ എന്തൊക്കെ എഴുതാം? അബണ്ടൻറ്റ് സൈറ്റോപ്ലാസം, ഒരുപാട് സൈറ്റോപ്ലാസം ഉണ്ട്. പിന്നെ ലാർജ് ഇറഗുലർലി അറേഞ്ച്ഡ് ന്യൂക്ലിയസ് ആണ്. അങ്ങനെയൊക്കെ പറയാം. ഓക്കെ, നമ്മൾ പഠിച്ചൊക്കെ സംഭവങ്ങൾ എഴുതിയാൽ മതി കേട്ടോ. ഓക്കെ, ഇതാണ് വെജിറ്റേറ്റീവ് സെല്ലും ജനറേറ്റീവ് സെല്ലും തമ്മിലുള്ള വെജിറ്റേറ്റീവ് സെല്ലുമായി ബന്ധപ്പെട്ട 2-3 ഫീച്ചേഴ്സ് എഴുതാം. ഓക്കെ, സിമ്പിൾ ക്വസ്റ്റ്യൻ ആണ്, നിങ്ങൾ എഴുതിയിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. അടുത്തത് ഡിഫറൻഷിയേറ്റ് ബിറ്റ്വീൻ ഓട്ടോഗമി ആൻഡ് ക്സിനോഗമി. സിമ്പിൾ ക്വസ്റ്റ്യൻ അല്ലേ? ഓട്ടോഗമി എന്ന് പറയുന്നത് അതൊരു സെൽഫ് പോളിനേഷനാണ്. എന്നാൽ ക്സിനോഗമി എന്ന് പറഞ്ഞാലോ അത് ക്രോസ് പോളിനേഷനാണ്. ഓക്കെ, എന്താ ഓട്ടോഗമി എന്ന് പറഞ്ഞാൽ? എനിക്ക് തോന്നുന്നു നിങ്ങൾ ഏറ്റവും കൂടുതൽ സിമ്പിളായിട്ട് എഴുതാൻ പറ്റുന്നൊരു ക്വസ്റ്റ്യൻ ആയിരിക്കും ഓട്ടോഗമി. ഓക്കെ, എന്താ ഓട്ടോഗമി എന്ന് പറഞ്ഞാൽ? ട്രാൻസ്ഫർ ഓഫ് pollen from anther to stigma of same flower. ഒരേ ഫ്ലവറിലുള്ള ആന്തറിൽ നിന്നും പൊള്ളൺ ഗ്രെയിൻസിന് എന്ത് ചെയ്യുക? സ്റ്റിഗ്മയിലേക്ക് ട്രാൻസ്ഫർ ചെയ്യുക. ഓക്കെ, എന്ന് പറഞ്ഞാൽ ഇത് ഒരേ പ്ലാന്റിലായിരിക്കും, ഒരേ പ്ലാന്റിലെ ഒരേ ഫ്ലവറിലുള്ള എന്ന് പറഞ്ഞാൽ ഇത്തരം പ്ലാന്റുകൾ ഓട്ടോഗമി കാണിക്കുന്ന പ്ലാന്റ് ഉറപ്പായിട്ടും എന്തായിരിക്കും? ബൈസെക്ഷൽ ആയിരിക്കും. ഓക്കെ, അത് ഉറപ്പാ കേട്ടോ. എന്നാൽ എന്താണ് ക്സിനോഗമി? നോക്കിക്കോളൂ, സിനോഗമി എന്താ? സിനോഗമി എന്ന് പറഞ്ഞാൽ ട്രാൻസ്ഫർ ഓഫ് ഇതേ സാധനം തന്നെ, ചെറിയൊരു മാറ്റം. പൊള്ളൺ ഫ്രം ആന്തർ ടു സ്റ്റിഗ്മ ഓഫ് ഡിഫറൻറ്റ് ഫ്ലവർ ഇൻ ഡിഫറൻറ്റ് പ്ലാന്റ്സ്. 2 വേറെ പ്ലാന്റുകളുടെ വേറെ ഫ്ലവറുകൾ. ഓക്കെ, എന്ന് പറഞ്ഞാൽ ഇവിടെ ഇപ്പോൾ ഒരു ഫ്ലവർ ഉണ്ടെങ്കിൽ ആ ഫ്ലവറിൻ്റെ ആന്തറിൽ നിന്നും സ്റ്റിഗ്മയിലേക്ക് തന്നെ എന്ത് ചെയ്യുക? പാസ് ചെയ്യുക. എന്നാൽ ഇവിടെ സിനോഗമി നടക്കണമെന്നുണ്ടെങ്കിൽ എന്ത് വേണം? 2 വേറെ ഫ്ലവർ വേണം.
ഓക്കെ, രണ്ട് വേറെ വേറെ ഫ്ലവറിൻ്റെ, ഒരു ഫ്ലവറിൻ്റെ ആന്തറിൽ നിന്നും മറ്റൊരു പ്ലാന്റിൻ്റെ ഫ്ലവറിൻ്റെ സ്റ്റിഗ്മയിലേക്ക് എന്ത് ചെയ്യുക, പാസ് ചെയ്യുക പൊള്ളൻ ഗ്രെയിൻസിനെ. അപ്പോൾ ഇതിനെ വിളിക്കുന്ന പേരാണെന്ത്, സിനോഗമി അഥവാ ഓട്ടോഗമി എന്ന് പറഞ്ഞ ഒരു സെൽഫ് പോളിനേഷൻ ആണ്. സിനോഗമി എന്ന് പറഞ്ഞാലോ ക്രോസ് പോളിനേഷൻ ആണ്. സിമ്പിൾ ക്വസ്റ്റ്യൻ ആണ്, നിങ്ങൾ അറ്റൻഡ് ചെയ്തിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. അടുത്തത്, റൈറ്റ് ദ നെയിമിംഗ് പ്രൊസീജിയർ ഓഫ് ദ റെസ്ട്രിക്ഷൻ എൻസൈം ഹിൻഡ് ടു. ഓക്കെ, നിങ്ങൾക്കറിയാം, എനിക്ക് തോന്നുന്നു നിങ്ങൾ നോട്ടിൽ പഠിച്ചിട്ടുണ്ടാവും ഈക്കോ R1 കുറിച്ച്. ഒന്ന് ട്വിസ്റ്റ് ചെയ്തിട്ടൊരു ക്വസ്റ്റ്യൻ വന്നതാണ്. ഓക്കെ, ഈക്കോ R1 നെയിമിംഗ് പ്രൊസീജിയർ അറിയാത്ത കുട്ടികളൊന്നും ഉണ്ടാവില്ല. വളരെ എളുപ്പത്തിൽ പഠിക്കാൻ പറ്റുന്നൊരു സംഭവമാണെന്ത്, ഈക്കോ R1 നെയിമിംഗ് പ്രൊസീജിയർ. ഓക്കെ, അങ്ങനെയാണെങ്കിൽ നമ്മളോട് ചോദിക്കുന്നു ഹിൻഡ് ടുവിൻ്റെ നെയിമിംഗ് പ്രൊസീജിയർ എന്താ. ഞാൻ ചോദിക്കട്ടെ, നിങ്ങൾ ഈക്കോ R1 നെയിമിംഗ് പ്രൊസീജിയർ എങ്ങനെ പഠിച്ചിട്ടുണ്ടാവും? ഇ എന്താ, കോ എന്താ, ആർ എന്താ, വൺ എന്താന്നുള്ളത്. ഇ എന്ന് പറഞ്ഞാൽ നിങ്ങൾ പഠിച്ചിട്ടുണ്ടാവും ഫസ്റ്റ് ലെറ്റർ ഓഫ് ജീനസ് നെയിം. ജീനസ് നെയിമിൻ്റെ ഒന്നാമത്തെ ലെറ്റർ ആണെന്ത്, ഇ. ഓക്കെ, എന്നാൽ കോ എന്താ, ഫസ്റ്റ് 2 ലെറ്റേഴ്സ് ഓഫ് സ്പീഷീസ് നെയിം. സ്പീഷീസ് നെയിമിൻ്റെ ആദ്യത്തെ 2 ലെറ്റേഴ്സ് ആണെന്ത്, കോ. പിന്നെ ആർ എന്താ, സ്ട്രെയിൻ ആണ്. വണ്ണോ, ഓർഡർ ഓഫ് ഐസൊലേഷൻ. ഓക്കെ, ഈ രൂപത്തിൽ നിങ്ങൾ പഠിച്ചിട്ടുണ്ടാവും. ഇതേ രൂപത്തിൽ തന്നെ നമ്മൾ ഹിൻഡ് ടൂനെയും കണ്ടാൽ മതി. ഓക്കെ, ഹിൻഡ് ടൂനെ ഞാനെങ്ങനെ ഡിവൈഡ് ചെയ്യുക, ഫസ്റ്റ് എച്ച്, പിന്നെ IN, ഓക്കെ, പിന്നെ D, പിന്നെ 2. ഇത് നമ്മളിങ്ങനെ 4 ഭാഗങ്ങളാക്കി തിരിക്കുക. അപ്പോൾ ഹിൻഡ് ടൂവിൻ്റെ ഫസ്റ്റ് വൺ, ഓക്കെ, എച്ച് എന്ന് പറഞ്ഞാൽ ഫസ്റ്റ് ലെറ്റർ ഓഫ് ജീനസ് നെയിമാണ്. ഓക്കെ, ഹിൻഡ് ടു എന്ന് പറയുന്ന എൻസൈം എടുത്തത് ഒരു ബാക്ടീരിയ എന്നാണ്. ബാക്ടീരിയൻ്റെ പേര് ഹീമോഫിലസ് ഇൻഫ്ലുവൻസ എന്നാണ്. പക്ഷേ അത് നിങ്ങൾ പഠിക്കണ്ട. ഓക്കെ, അത് നിങ്ങൾക്ക് ഇനിയുള്ള ചാപ്റ്ററുകളിൽ നമുക്ക് പഠിക്കാനുണ്ട്. പക്ഷേ ഞങ്ങളൊന്ന് ജസ്റ്റ് ഒന്ന് നിങ്ങളെ അറിവിലേക്ക് എത്തിക്കുകയാണ്. ഇത് നിങ്ങൾക്ക് അറിയണമെന്നൊന്നുമില്ല ഈ ക്വസ്റ്റ്യൻ അറ്റൻഡ് ചെയ്യാൻ. ഓക്കെ, അപ്പോൾ ഹീമോഫിലസ് ഇൻഫ്ലുവൻസൻ്റെ എച്ച് ആണ് എന്ന് പറഞ്ഞാൽ ഫസ്റ്റ് ലെറ്റർ ഓഫ് ജീനസ് നെയിം ആണെന്ത്, എച്ച്. IN എന്ന് പറഞ്ഞാൽ ഫസ്റ്റ് 2 ലെറ്റേഴ്സ് ഓഫ് സ്പീഷീസ് നെയിം. ഓക്കെ, D എന്ന് പറഞ്ഞാൽ സ്ട്രെയിൻ ആണ്. ഓക്കെ, 2 എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും, ഓർഡർ ഓഫ് ഐസൊലേഷൻ. ഓക്കെ, ഇതാണ് എന്ത്, നെയിമിംഗ് പ്രൊസീജിയർ ഓഫ് ദ റെസ്ട്രിക്ഷൻ എൻസൈം ഹിൻഡ് ടു. സിമ്പിൾ ക്വസ്റ്റ്യൻ ആണ്. ഓക്കെ, നെക്സ്റ്റ് നോക്കിക്കോളൂ. നെക്സ്റ്റ് നമ്മൾ പറയാം, ഡബിൾ ഫെർട്ടിലൈസേഷൻ ഈസ് എ യുണീക്ക് ഫീച്ചർ ഓഫ് ആൻജിയോസ്പേംസ്. ആൻജിയോസ്പേംസിന് മാത്രമുള്ള ഒരു ഫീച്ചർ ആണെന്ത്, ഡബിൾ ഫെർട്ടിലൈസേഷൻ. ബ്രീഫ്ലി എക്സ്പ്ലെയിൻ സിംഗമി ആൻഡ് ട്രിപ്പിൾ ഫ്യൂഷൻ. സിമ്പിളാണ്. ഓക്കെ, നിങ്ങൾ എന്താ എഴുതുക, ഫസ്റ്റ് നമ്മൾ സിംഗമി എഴുതാൻ പോവാം. ഒരു മെയിൽ ഗമീറ്റ് ഉണ്ട്. ഓക്കെ, അത് ഹാപ്ലോയിഡ് ആണ്, N ആണ്. പ്ലസ് ഒരു എന്താ പറയുക, എഗ് സെല്ലുണ്ട്. എഗ് സെല്ലും എന്താണ്, N ആണ്. ഇത് രണ്ടും കൂടി ഫ്യൂസ് ചെയ്യുന്നു. ഇത് രണ്ടും കൂടി ഫ്യൂസ് ചെയ്താൽ ഉണ്ടാവുന്ന സാധനത്തിനെ വിളിക്കുന്ന പേരാണെന്ത്, സൈഗോട്ട്. അഥവാ അതുകൊണ്ട് തന്നെ സൈഗോട്ട് എന്തായിരിക്കും, 2N ആയിരിക്കും. ഈ പ്രോസസ്സിനെ, ഈ പരിപാടിനെ വിളിക്കുന്ന പേരാണ് എന്ത്, സിംഗമി. പരമക്കളെ എന്താ വിളിക്കുക, സിംഗമി. അപ്പം സിംഗമി എന്ന് പറഞ്ഞാൽ എപ്പോഴും സൈഗോട്ടിനെ ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ്. സിംഗമി എന്തിനാ, സൈഗോട്ടിനെ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട്. അപ്പം നിങ്ങൾ ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ നിങ്ങളൊരു സെൻറ്റൻസ് എഴുതുക, എന്നിട്ട് ഈ സംഭവം എഴുതി വെക്കുക. ഓക്കെ, പിന്നെ അതേപോലെ തന്നെ അടുത്തത് നിങ്ങൾ ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ മറ്റൊരു മെയിൽ ഗമീറ്റ് ഉണ്ടാവും. നിങ്ങൾക്കറിയാം 2 മെയിൽ ഗമീറ്റുകൾ പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ടല്ലോ. മറ്റൊരു മെയിൽ ഗമീറ്റ് ഉണ്ടാവും, അതും എന്താണ്, N ആണ് പ്ലസ്. ഓക്കെ, മറ്റൊരു മെയിൽ ഗമീറ്റ് ഉണ്ട്, അതും N ആണ് പ്ലസ്. എന്ത് ചെയ്യും, പോളാർ ന്യൂക്ലിയ. ഒരു പോളാർ ന്യൂക്ലിയ ഉണ്ട്, അതെന്താണ്, 2N ആണ്. ഇത് രണ്ടും കൂടി ഫ്യൂസ് ചെയ്താൽ എന്ത് പ്രൊഡ്യൂസ് ചെയ്യും, പെൻ അഥവാ പ്രൈമറി എൻഡോസ്പേം ന്യൂക്ലിയസ് ഉണ്ടാവും. അത് 3N ആണ്, അഥവാ ട്രിപ്ലോയിഡ് ആണ്. കാരണം N ഉം 2N ഫ്യൂസ് ചെയ്താൽ ട്രിപ്ലോയിഡാണ് കിട്ടുക. അപ്പോൾ അങ്ങനെ പ്രൊഡ്യൂസ് ചെയ്യുന്നതിനെ വിളിക്കുന്ന പേരാണ് എന്ത്, ട്രിപ്പിൾ ഫ്യൂഷൻ. എന്താ വിളിക്കുക, ട്രിപ്പിൾ ഫ്യൂഷൻ. ഓക്കെ, ഇതാണ് ഡബിൾ ഫെർട്ടിലൈസേഷൻ്റെ റിയാക്ഷൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. അപ്പോൾ ഈ സാധനം ജസ്റ്റ് ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്തിട്ട് ഈ പറയുന്ന സംഭവം എഴുതി കഴിഞ്ഞാൽ വളരെ സിമ്പിളായിട്ട് 2 മാർക്ക് കിട്ടും. ഓക്കെ, പിന്നെ നമ്മൾ അടുത്ത നോക്കിക്കോളൂ. റൈറ്റ് ദ 2 kinds ഓഫ് ന്യൂക്ലിയസ് എൻസൈം. റൈറ്റ് ദ റോൾ ഇൻ RDNA ടെക്നോളജി. നിങ്ങൾ പറയും ന്യൂക്ലിയസ് എൻസൈമിൻ്റെ റോൾ എന്താ RDNA ടെക്നോളജിയിൽ, ന്യൂക്ലിയസ്. ഓക്കെ, ന്യൂക്ലിയസ് എൻസൈമിൻ്റെ റോൾ എന്ന് പറഞ്ഞാൽ ഫ്രാഗ്മെൻറ്റേഷൻ ഓഫ് DNA ആണ്. DNA ഫ്രാഗ്മെൻറ്റേഷൻ നടത്താനാണ് ഏത് എൻസൈമുകൾ ഉപയോഗിക്കുക, ന്യൂക്ലിയസ് എൻസൈമുകൾ ഉപയോഗിക്കുക. ഓക്കെ, ഈ ന്യൂക്ലിയസ് എൻസൈം എന്ന് പറഞ്ഞാൽ അവരാണ് നമ്മൾ എന്തെന്ന് വിളിക്കുക, റെസ്ട്രിക്ഷൻ എൻസൈംസ് എന്ന് വിളിക്കുക. നിങ്ങൾക്കറിയാം ഒരു കട്ട് ചെയ്യണത് DNA ആണ്. ഓക്കെ, DNA എന്ന് പറഞ്ഞാൽ ഒരു ന്യൂക്ലിക് ആസിഡാണ്. ന്യൂക്ലിക് ആസിഡിനെ കട്ട് ചെയ്യുന്നതുകൊണ്ടാണ് നമ്മൾ എന്തെന്ന് വിളിക്കുന്നത്, ന്യൂക്ലിയസ് എന്ന് വിളിക്കുന്നത്. നിങ്ങൾ നോക്കി ഏതൊക്കെ 2 ടൈപ്പ് ന്യൂക്ലിയസ്. ഒന്നിൻ്റെ പേരാണ് മക്കളെ എക്സോ ന്യൂക്ലിയേസ്.
പറയാം മക്കളെ. ഒന്നാമത്തെ പേരെന്താ? എക്സോ ന്യൂക്ലിയസ്. എന്നാൽ രണ്ടാമത്തതോ എൻഡോ ന്യൂക്ലിയസ്. രണ്ടാമത്തത് എന്താ? എൻഡോ ന്യൂക്ലിയസ്. അപ്പോൾ എക്സോ ന്യൂക്ലിയസും ഉണ്ട് എൻഡോ ന്യൂക്ലിയസും ഉണ്ട്. ഓക്കെ, എന്താ എക്സോ ന്യൂക്ലിയസ് എന്ന് പറഞ്ഞാൽ ദേ റിമൂവ് ന്യൂക്ലിയോടൈഡ്സ്. ഒരു ന്യൂക്ലിയോടൈഡ്സിനെ റിമൂവ് ചെയ്യും ഫ്രം ദ എൻഡ്സ് ഓഫ് DNA. DNA അറ്റത്തുനിന്ന് ന്യൂക്ലിയോടൈഡിനെ റിമൂവ് ചെയ്യുന്ന ആളുകളെ നമ്മൾ വിളിക്കുന്ന പേരാണ് എന്ത്? എക്സോ ന്യൂക്ലിയസ്. പറയാം മക്കളെ, എന്താ വിളിക്കുക? എക്സോ ന്യൂക്ലിയസ്. എന്നാൽ എൻഡോ ന്യൂക്ലിയസോ ദേ കട്ട് ദ DNA at a specific locations. ഓക്കെ, സ്പെസിഫിക് ആയിട്ടുള്ള ചില ലൊക്കേഷൻസിൽ പോയിട്ട് DNA കട്ട് ചെയ്യുന്ന ആളുകളെ വിളിക്കുന്ന പേരാണ് എന്ത്? എൻഡോ ന്യൂക്ലിയസ്. അപ്പോൾ നിങ്ങൾ നോക്കൂ, ഒരു DNA എങ്ങനെ ഉണ്ടെങ്കിൽ ഓക്കെ, അതിൻ്റെ അറ്റത്തുനിന്ന് ന്യൂക്ലിയോടൈഡുകൾ എങ്ങനെ റിമൂവ് ചെയ്യുക? അവിടെ കുറേ ന്യൂക്ലിയോടൈഡ് ഉണ്ടാവും. അതിനെ റിമൂവ് ചെയ്യുന്ന ആളുകളെ വിളിക്കുന്ന പേരാണെന്ത്? എക്സോ ന്യൂക്ലിയസ്. എക്സോ എന്ന് പറഞ്ഞാൽ പുറത്ത് എന്നുള്ള അർത്ഥം. എന്നാൽ ഒരു DNA എങ്ങനെ ഉണ്ടെങ്കിൽ അതിൻ്റെ കറക്റ്റ് പൊസിഷനിൽ പോയിട്ട് കറക്റ്റ് ഇപ്പോൾ ഈ സെൻറ്ററിലൊക്കെ പോയിട്ട് ഇങ്ങനെ കട്ട് ചെയ്യുക. ഇങ്ങനെ കട്ട് ചെയ്യുന്ന ആളുകളെ വിളിക്കുന്ന പേരാണെന്ത്? എൻഡോ ന്യൂക്ലിയസ്. പരമക്കൾ എന്താ വിളിക്കുക? എൻഡോ ന്യൂക്ലിയസ്. ഇതാണ് 2 ടൈപ്പ് ന്യൂക്ലിയസ് എൻസൈംസ്. വളരെ സിമ്പിൾ ക്വസ്റ്റ്യൻ ആണ്. അടുത്ത് നോക്കൂ, 14ാമത്തെ ക്വസ്റ്റ്യൻ നോക്കൂ. എ ഗുഡ് ക്ലോണിംഗ് വെക്ടർ ഹാവ് സം ഫീച്ചേഴ്സ്. ഒരു നല്ല ക്ലോണിംഗ് വെക്ടറിന് ചില ഫീച്ചേഴ്സ് ഉണ്ട്. റൈറ്റ് ഡൗൺ 2 ഫീച്ചേഴ്സ് ഓഫ് എ ക്ലോണിംഗ് വെക്ടർ. ഒരു ക്ലോണിംഗ് വെക്ടറിന് വേണ്ട 2 ഫീച്ചേഴ്സ് എഴുതാൻ വേണ്ടിയിട്ട് 3 ഫീച്ചേഴ്സ് നമുക്കറിയാം. ഏതൊക്കെയാണ് 3 ഫീച്ചേഴ്സ്? ഒന്നാമത്തെ ഫീച്ചറാണെന്ത്? ഒറിജിൻ ഓഫ് റെപ്ലിക്കേഷൻ അഥവാ ഒറി. ഓക്കെ, പിന്നെ രണ്ടാമത്തതോ സെലക്റ്റബിൾ മാർക്കർ. രണ്ടാമത്തത് എന്താടാ? സെലക്റ്റബിൾ മാർക്കറാണ്. ഓക്കെ, പിന്നെ മൂന്നാമത്തതോ ക്ലോണിംഗ് സൈറ്റ് അല്ലെങ്കിൽ റെക്കഗ്നീഷൻ സൈറ്റ് എന്ന് വിളിക്കും. മൂന്നാമത്തെ എന്താ? ക്ലോണിംഗ് സൈറ്റ് ഓർ റെക്കഗ്നീഷൻ സൈറ്റ്. പിന്നെ അടുത്ത് ചോദിക്കുന്നു, നെയിം ആൻ ആർട്ടിഫിഷ്യൽ ക്ലോണിംഗ് വെക്ടർ. ഒരു ആർട്ടിഫിഷ്യൽ ക്ലോണിംഗ് വെക്ടറിൻ്റെ പേര് എഴുതാൻ ചോദിക്കുന്നുണ്ട്. ഓക്കെ, ഒരു ആർട്ടിഫിഷ്യൽ ക്ലോണിംഗ് വെക്ടറിൻ്റെ പേരാണ് മക്കളെ PBR322. ഓക്കെ, നിങ്ങൾക്ക് അറിയുന്ന ഒരു കാര്യമാണ്. ഒരു ആർട്ടിഫിഷ്യൽ ക്ലോണിംഗ് വെക്ടറിൻ്റെ പേരെന്താ? PBR322. വളരെ സിമ്പിൾ ആയിട്ടുള്ളൊരു ക്വസ്റ്റ്യൻ ആണ്. ഓക്കെ, അപ്പോൾ ഇനി നമുക്ക് ഡിസ്കസ് ചെയ്യാനുള്ളത് ഇനി നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് 3 മാർക്സിൻ്റെ ക്വസ്റ്റ്യൻസ് ആണ്. ഓക്കെ, ആൻസർ എനി 3 ക്വസ്റ്റ്യൻസ്. 4 ക്വസ്റ്റ്യൻസ് ഉണ്ട്. ഏതെങ്കിലും 3 ക്വസ്റ്റ്യൻസ് ആൻസർ ചെയ്താൽ മതി. നോക്കിക്കോളൂ. അതിൽ ഫസ്റ്റ് ക്വസ്റ്റ്യൻ, മൈക്രോസ്പൊറാഞ്ചിയം ഈസ് സറൗണ്ടഡ് ബൈ 4 വാൾ ലെയേഴ്സ്. നമുക്കറിയാം മൈക്രോസ്പൊറാഞ്ചിയത്തിന് സറൗണ്ട് ചെയ്തിട്ട് എത്ര വാൾ ലെയേഴ്സ് ഉണ്ട്? 4 ലെയേഴ്സ് ഉണ്ട്. നെയിം ദ 4 വാൾ ലെയേഴ്സ് ഫ്രം ഔട്ടർ ടു ഇന്നർ. ഓക്കെ, നിങ്ങൾക്കറിയാം ഔട്ടർ എന്ന് പറഞ്ഞാൽ അവസാനം വരുന്നത് ഔട്ടർ സൈഡിൽ ഏറ്റവും ഔട്ടർ മോസ്റ്റ് സൈഡിലുള്ള ലെയറാണ് ഇത് എപ്പിഡെർമിസ്. ഏതാണ് മക്കളെ? എപ്പിഡെർമിസ്. പിന്നെ അടുത്തത് ഏതാ? പിന്നെ പുറത്തുള്ളത് എൻഡോത്തീഷ്യം. ഏതാണ്? എൻഡോത്തീഷ്യം. പിന്നെയോ അടുത്തത് മിഡിൽ ലെയറാണ്. ഏതാണ്? മിഡിൽ ലെയർ. പിന്നെ 4ാമത്തതോ ടപ്പീറ്റം. പറയൂ മക്കളെ, 4ാമത്തത് ഏതാ? ടപ്പീറ്റം. ഓക്കെ, എന്നിട്ട് അടുത്ത ചോദ്യം, റൈറ്റ് ദ ഫങ്ഷൻസ് ഓഫ് ദീസ് ലെയേഴ്സ്. അപ്പോൾ ഈ ലെയേഴ്സ് എഴുതി വെക്കണം. എപ്പിഡെർമിസ്, എൻഡോത്തീഷ്യം, മിഡിൽ ലെയർ, ടപ്പീറ്റം. ഈ 4 ലെയേഴ്സിൻ്റെ ഫങ്ഷൻസ് എന്തൊക്കെയാണ്? ഓക്കെ, ഈ 3 ലെയേഴ്സിന് ഒറ്റ ഫങ്ഷനാ എന്താ? ഗീവ്സ് പ്രൊട്ടക്ഷൻ കൊടുക്കുക ആൻഡ് ഹെൽപ്പ് ഇൻ ഡെഹിസൻസ് ഓഫ് പൊള്ളൻ. ഓക്കെ, ഇതാണ് എന്ത്? എപ്പിഡെർമിസ്, എൻഡോത്തീഷ്യം, മിഡിൽ ലെയറിൻ്റെ ഫംഗ്ഷൻ. ഓക്കെ, എന്നാൽ ടപ്പീറ്റത്തിൻ്റെ ഫംഗ്ഷൻ എന്താ? ഗീവ്സ് നറിഷ്മെൻറ്റ് ടു ഡെവലപ്പിംഗ് പൊള്ളൺ ഗ്രെയിൻസ്. ഓക്കെ, ഡെവലപ്പ് ചെയ്ത് വരുന്ന പൊള്ളൺ ഗ്രെയിൻസിന് എന്ത് കൊടുക്കുക? നറിഷ്മെൻറ്റ് അഥവാ ന്യൂട്രീഷൻ കൊടുക്കുക എന്നുള്ളതാണ് ആരുടെ ഫംഗ്ഷൻ? ഓക്കെ, ആരുടെ ഫംഗ്ഷനായിട്ട് വരുന്നത്? എപ്പിഡെർമിസ്, എൻഡോത്തീഷ്യം, മിഡിൽ ലെയർ ടപ്പീറ്റത്തിൻ്റെ ഫംഗ്ഷനായിട്ട് വരുന്നത്. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കിക്കോളൂ. മെൻഷൻ ദ ഔട്ട് ബ്രീഡിംഗ് ഡിവൈസസ് ഇൻ പ്ലാന്റ്സ് ടു പ്രിവെൻറ്റ് സെൽഫ് പോളിനേഷൻ. സെൽഫ് പോളിനേഷൻ പ്രിവെൻറ്റ് ചെയ്യാൻ വേണ്ട ഔട്ട് ബ്രീഡിംഗ് ഡിവൈസുകൾ ഏതൊക്കെയാണെന്നുള്ളത്. ഓക്കെ, 4 പോയിന്റുകളുണ്ട്. 4 ഔട്ട് ബ്രീഡിംഗ് ഡിവൈസസ് നിങ്ങൾക്ക് പഠിക്കാനുണ്ടാവും. ഓക്കെ, ഏതൊക്കെയാണ്? ഒന്ന്, ആന്തർ ആൻഡ് സ്റ്റിഗ്മ റിസെപ്റ്റിവിറ്റി ആർ. ഓക്കെ, ഒന്നാമത്തെ ഔട്ട് ബ്രീഡിംഗ് ഡിവൈസസ് ആണെന്ത്? ആന്തർ ആൻഡ് സ്റ്റിഗ്മ റിസെപ്റ്റിവിറ്റീസ് ആർ നോട്ട് സിങ്ക്രണൈസ്ഡ്. ഓക്കെ,
ആന്തറും സ്റ്റിഗ്മൻ്റെ റിസപ്റ്റിവിറ്റി. ഓക്കെ, സ്റ്റിഗ്മ റിസീവ് ചെയ്യുന്ന സംഭവങ്ങൾ എന്തല്ല, സിങ്ക്രണൈസ്ഡ് അല്ല, ഒരേ സമയമല്ല നടക്കാം. ഓക്കെ, അല്ലെങ്കിൽ പിന്നെ അടുത്തത് പറയാനുള്ളത് ആന്തർ ആൻഡ് സ്റ്റിഗ്മ പ്ലേസ്ഡ് അറ്റ് ഡിഫറെൻറ്റ് പൊസിഷൻസ്. ആന്തറിനെയും സ്റ്റിഗ്മയെയും ഡിഫറെൻ്റ് ആയിട്ടുള്ള പൊസിഷനിൽ കൊണ്ടുപോയിട്ട് എന്ത് ചെയ്യുക, പ്ലേസ് ചെയ്യുക. ഓക്കെ, പ്ലേസ്ഡ് അറ്റ് ഡിഫറെൻറ്റ് പൊസിഷൻസ്, ഡിഫറെൻറ്റ് പൊസിഷൻസിൽ കൊണ്ടുപോയിട്ട് പ്ലേസ് ചെയ്യുക ആന്തറും സ്റ്റിഗ്മയും. ഓക്കെ, അടുത്തത് എന്തായിരിക്കും, സെൽഫ് ഇൻകോമ്പാറ്റിബിലിറ്റി. അടുത്തത് എന്താ, സെൽഫ് ഇൻകോമ്പാറ്റിബിലിറ്റി. ഓക്കെ, സെൽഫ് ഇൻകോമ്പാറ്റിബിലിറ്റി ഉണ്ട്. അടുത്തതോ പ്രൊഡക്ഷൻ ഓഫ് യൂണിസെക്ഷൽ ഫ്ലവേഴ്സ്. യൂണിസെക്ഷൽ ആയിട്ടുള്ള ഫ്ലവേഴ്സിന് എന്ത് ചെയ്യുക, പ്രൊഡ്യൂസ് ചെയ്യുക. ഓക്കെ, ഈ 4 സാധനങ്ങൾ ഏതെങ്കിലും 3 പോയിന്റ് എഴുതിയാൽ മതി കേട്ടോ. 3 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻ ആണ്. 3 ഔട്ട് ബ്രീഡിംഗ് ഡിവൈസുകൾ എഴുതിയാൽ സിമ്പിളായിട്ട് 3 മാർക്ക് കിട്ടും. ഓക്കെ, എന്നാൽ നോക്കൂ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. എന്താ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ? റീകോംബിനന്റ് DNA technology is a complex process which involves several steps. Write down the major steps in RDNA technology. RDNA ടെക്നോളജിൻ്റെ സ്റ്റെപ്സ് എഴുതാനാണ് ചോദിക്കുന്നത്. സിമ്പിൾ ക്വസ്റ്റ്യൻ അല്ലേ? ഓക്കെ, ഒന്നാമത്തെ സ്റ്റെപ്പാണ് എന്ത്, ഐസൊലേഷൻ ഓഫ് ജനറ്റിക് മെറ്റീരിയൽ. നിങ്ങൾക്കറിയാം ഒന്നാമത്തെ സ്റ്റെപ്പ് ഐസൊലേഷൻ ഓഫ് ജനറ്റിക് മെറ്റീരിയൽ. പിന്നെ രണ്ടാമത്തെ സ്റ്റെപ്പോ ഫ്രാഗ്മെൻറ്റേഷൻ ഓഫ് DNA ബൈ റെസ്ട്രിക്ഷൻ എൻസൈംസ്. DNA നമ്മൾ എന്ത് ചെയ്യുന്നു, ഫ്രാഗ്മെൻറ്റേഷൻ നടത്തുന്നു. എന്തുപയോഗിച്ചിട്ട്, റെസ്ട്രിക്ഷൻ എൻസൈംസ് വെച്ചിട്ട്. ഓക്കെ, മൂന്നാമത്തതോ സെപ്പറേഷൻ ഓഫ് DNA fragments by gel electrophoresis. ജെൽ ഇലക്ട്രോഫോറസിസ് എന്ന് പറയുന്ന മെത്തേഡ് വെച്ചിട്ട് DNA ഫ്രാഗ്മെൻസിന് എന്ത് ചെയ്യുക, സെപ്പറേറ്റ് ചെയ്തെടുക്കുക. ഓക്കെ, പിന്നെ നാലാമത്തത് ആംപ്ലിഫിക്കേഷൻ ഓഫ് ജീൻ ഓഫ് ഇൻട്രസ്റ്റ് യൂസിങ് PCR ഉപയോഗിച്ചിട്ട് നമ്മുടെ ഇൻട്രസ്റ്റിലുള്ള ജീനിനെ എന്ത് ചെയ്യുക, ആംപ്ലിഫൈ ചെയ്യാം. ഓക്കെ, പിന്നെ അഞ്ചാമത്തതോ ലിഗേഷൻ ഓഫ് DNA ഫ്രാഗ്മെൻറ്റ്സ് വിത്ത് എ വെക്റ്റർ. DNA ഫ്രാഗ്മെൻറ്റ്സിനെ കൂട്ടിച്ചേർക്കുക വിത്ത് എ വെക്റ്റർ ടു ഫോം എന്താ ഫോം ചെയ്യാൻ, RDNA. പറയാം മക്കളെ, എന്താ ഫോം ചെയ്യേണ്ടത്, RDNA. പിന്നെ ആറാമത്തെ സ്റ്റെപ്പ് ട്രാൻസ്ഫർ ഓഫ് RDNA ഇൻറ്റു ഹോസ്റ്റ്. ഓക്കെ, RDNA ഹോസ്റ്റിലേക്ക് എന്ത് ചെയ്യുക, ട്രാൻസ്ഫർ ചെയ്യിപ്പിക്കുക. ഏഴാമത്തെ സ്റ്റെപ്പോ ഒബ്റ്റെയിനിങ് ദ ഫോറിൻ ജീൻ പ്രൊഡക്റ്റ്. ഫോറിൻ ജീനിൻ്റെ പ്രൊഡക്റ്റ് ഒബ്റ്റെയിൻ ചെയ്യുക. എട്ടാമത്തെ സ്റ്റെപ്പാണ് എന്ത്, ഡൗൺ സ്ട്രീം പ്രോസസ്സിങ്. ഓക്കെ, എട്ടാമത്തെ സ്റ്റെപ്പാണെന്ത്, ഡൗൺ സ്ട്രീം പ്രോസസ്സിങ്. ഇതാണ് എന്ത്, റീകോംബിനന്റ് DNA ടെക്നോളജി അഥവാ RDNA ടെക്നോളജിൻ്റെ 8 സ്റ്റെപ്പുകളായിട്ട് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഈ 8 സ്റ്റെപ്പ് എഴുതി വെച്ചാൽ 3 മാർക്ക് കൺഫേമാണ്. അടുത്ത് നോക്കൂ 18ാമത്തെ ക്വസ്റ്റ്യൻ, ലാസ്റ്റ് ക്വസ്റ്റ്യൻ, ബോട്ടണിയിലുള്ള ലാസ്റ്റ് ക്വസ്റ്റ്യൻ ആണ്. എക്സ്പാൻഡ് PCR. സിമ്പിൾ ക്വസ്റ്റ്യൻ. PCRൻ്റെ ഫുൾ ഫോം എന്താ, പോളിമറൈസ്. സിമ്പിൾ ക്വസ്റ്റ്യൻ ആയിരിക്കും, പോളിമറൈസ് ചെയിൻ റിയാക്ഷൻ. PCR ഫുൾ ഫോം ആണെന്ത്, പോളിമറൈസ് ചെയിൻ റിയാക്ഷൻ. അടുത്തതോ വാട്ട് ആർ ദി 3 സ്റ്റെപ്സ് ഇൻവോൾവ് ഇൻ PCR. PCR കാണപ്പെടുന്ന 3 സ്റ്റെപ്പുകൾ ഏതൊക്കെയാണ്? ഓക്കെ, PCR 3 സ്റ്റെപ്പ് എന്ന് പറഞ്ഞാൽ ഒന്ന് ഡീനാച്ചുറേഷൻ, രണ്ടാമത്തതോ അനീലിംഗ്, മൂന്നാമത്തതോ എക്സ്റ്റൻഷൻ. ഓക്കെ, ഡീനാച്ചുറേഷൻ, അനീലിംഗ്, എക്സ്റ്റൻഷൻ. അടുത്ത ക്വസ്റ്റ്യൻ, വാട്ട് ആർ പ്രൈമേഴ്സ്. എന്താണ് പ്രൈമേഴ്സ് എന്ന് ചോദിക്കുന്നു. ഓക്കെ, അപ്പോൾ നിങ്ങൾ പറയണം പ്രൈമേഴ്സ് എന്ന് പറഞ്ഞാൽ എന്താ, ഷോർട്ട് ഒലിഗോന്യൂക്ലിയോടൈഡ്സ്. ഓക്കെ, ഒലിഗോന്യൂക്ലിയോടൈഡ്സ് ആണ്, ഷോർട്ട് ഒലിഗോന്യൂക്ലിയോടൈഡ്സ് അവരെന്തായിരിക്കും, ദാറ്റ് ആർ കോംപ്ലിമെൻ്ററി ടു ടെംപ്ലേറ്റ് DNA.
ടെംപ്ലേറ്റ് ഡി എൻ എക്ക് കോംപ്ലിമെൻ്ററി ആയിട്ടുള്ള ഷോർട്ട് ഒലിഗോ ന്യൂക്ലിയോടൈഡ്സിനെ വിളിക്കുന്ന പേരാണെന്ത്? പ്രൈമേഴ്സ്. ഓക്കെ, അപ്പോൾ ഇത്രയും കാര്യങ്ങൾ എഴുതി കഴിഞ്ഞാൽ 3 മാർക്കാണ്. നോക്കൂ, ഇത് ഈ സ്റ്റെപ്പ് ഒന്നും എക്സ്പ്ലെയിൻ ചെയ്യണമെന്നൊന്നുമില്ല, കാരണം ഇത് ഓരോരോ മാർക്കിൻ്റെ ക്വസ്റ്റ്യൻസാണ്. ഇതിനൊരു മാർക്ക്, ഇതിനൊരു മാർക്ക്, ഇതിനൊരു മാർക്ക്. അപ്പോൾ സ്റ്റെപ്പ് എക്സ്പ്ലെയിൻ ചെയ്യണമെന്നൊന്നുമില്ല കേട്ടോ. ഓക്കെ, അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് എവിടെ പഠിക്കാനുള്ളത്? ബോട്ടണിയിൽ നിങ്ങൾ എഴുതേണ്ട കുറച്ച് കാര്യങ്ങൾ. ഓക്കെ, അപ്പോൾ ബോട്ടണി ക്ലിയർ ആയി എന്ന് വിചാരിക്കുന്നു. ഇനി നമുക്ക് എന്തിലേക്ക് പോയി നോക്കാം? സോളജിയിലേക്ക് പോയി നോക്കാം. ഓക്കെ, സോളജിയിൽ നിങ്ങൾക്ക് 2 ചാപ്റ്റർ ഉണ്ടായിരുന്നത്. ഏതൊക്കെ 2 ചാപ്റ്റർ? ഹ്യൂമൻ റീപ്രൊഡക്ഷനും റീപ്രൊഡക്റ്റീവ് ഹെൽത്തും. ബോട്ടണിയിൽ സെക്ഷൽ റീപ്രൊഡക്ഷനും ബയോടെക്നോളജി 1. ഓക്കെ, അപ്പോൾ നമുക്ക് ഏതായാലും സോളജിയിലുള്ള ക്വസ്റ്റ്യൻസ് നോക്കാം. നോക്കിക്കോളൂ. ഫസ്റ്റ് വൺ ഇതേപോലെ തന്നെ സെയിം പാറ്റേണിലാണ്. ഒക്കത്തിൽ ഓർ ക്വസ്റ്റ്യൻസ് ഉണ്ട്. എല്ലാത്തിനും ഒരു ക്വസ്റ്റ്യൻ ഓർ ക്വസ്റ്റ്യനാണ്. അപ്പോൾ നിങ്ങൾക്ക് ഒരു ക്വസ്റ്റ്യൻ നിങ്ങൾ തെറ്റിച്ച് കഴിഞ്ഞാലും നിങ്ങളെ ഫുൾ മാർക്കിനത് ബാധിക്കില്ല. ഓക്കെ, ആൻസർ എനി 3 ക്വസ്റ്റ്യൻസ് ഫ്രം 1 to 4 ഈച്ച് ക്യാരീസ് 1 സ്കോർ. ഓക്കെ, 3 ക്വസ്റ്റ്യൻ ആൻസർ ചെയ്താൽ മതി. നോക്കിക്കോളൂ. 1, MTP അമെൻമെൻറ്റ് ആക്ട് വാസ് ഇൻട്രൊഡ്യൂസ്ഡ് ഇൻ ദ ഇയർ. ഓക്കെ, MTP അമെൻമെൻറ്റ് ആക്ട് ഇൻട്രൊഡ്യൂസ് ചെയ്ത വർഷം ഏതാ? 2017 അല്ലേ? ഓക്കെ, ഇവിടെ നിങ്ങൾ തെറ്റിദ്ധരിക്കരുത്. MTP ലീഗലൈസ് ചെയ്തത് 1971 ആണ്. പക്ഷെ അതല്ല ചോദിച്ചിട്ടുള്ളത്. MTP അമെൻമെൻറ്റ് ആക്ട് കൊണ്ടുവന്ന ഇയർ ഏതാണെന്ന് ചോദിച്ചിരിക്കുന്നത്. ഏതാ ഇയർ? 2017 ആണ് കേട്ടോ. അടുത്ത ക്വസ്റ്റ്യൻ നോക്കുക. ഡിഫൈൻ ക്ലീവേജ്. എന്താണ് ക്ലീവേജ് എന്ന് ചോദിക്കുന്നു. ഓക്കെ, ക്ലീവേജ് എന്താ ചോദിച്ചാൽ നിങ്ങൾ പറയണം. ഓക്കെ, ആഫ്റ്റർ ഫെർട്ടിലൈസേഷന് ശേഷം the zygote starts mitotic division. ഓക്കെ, സൈഗോട്ട് എന്താ അണ്ടർഗോ ചെയ്യും? മൈറ്റോസിസ് അണ്ടർഗോ ചെയ്യും ടു ഫോം ബ്ലാസ്റ്റോമിയേഴ്സ്. എന്ത് ഫോം ചെയ്യും? ബ്ലാസ്റ്റോമിയേഴ്സ് ഫോം ചെയ്യും. കോൾഡ്, അതിനെ വിളിക്കുന്ന പേരാണ് എന്ത്? ക്ലീവേജ്. പറയാം മക്കളെ, അതിനാണ് എന്തെന്ന് വിളിക്കുക? ക്ലീവേജ് എന്ന് വിളിക്കുക. ഓക്കെ, ഇതാണ് ക്ലീവേജിൻ്റെ ഡെഫിനിഷൻ കേട്ടോ. പിന്നെ അടുത്ത നോക്കൂ. ദ മിൽക്ക് പ്രൊഡ്യൂസ്ഡ് ഡ്യൂറിങ് ഇനീഷ്യൽ ഫ്യൂ ഡേയ്സ് ഓഫ് ലാക്ടേഷൻ. ലാക്ടേഷൻ്റെ ആദ്യത്തെ 5-6 ദിവസം പ്രൊഡ്യൂസ് ചെയ്യുന്ന മിൽക്ക്. സിമ്പിൾ ക്വസ്റ്റ്യൻ അല്ലേ? എന്താ നമ്മളതിനെ വിളിക്കുക? നമ്മളതിനെ വിളിക്കുന്ന പേരാണെന്ത്? കൊളസ്ട്രം. എന്താ വിളിക്കുക? കൊളസ്ട്രം. സിമ്പിൾ ക്വസ്റ്റ്യൻ ആണ്. ഓക്കെ, നെക്സ്റ്റ് വൺ. എക്സ്പാൻഡ് MMR ആൻഡ് IMR. MMRൻ്റെ IMRൻ്റെ ഫുൾ ഫോം എഴുതുക. സിമ്പിളാണ്. എന്താ MMRൻ്റെ ഫുൾ ഫോം? MMRൻ്റെ ഫുൾ ഫോം ആണ് മക്കളെ എന്ത്? മെറ്റേണൽ മോർട്ടാലിറ്റി റേറ്റ്. പറ മക്കളെ, MMRൻ്റെ ഫുൾ ഫോം എന്താ? മെറ്റേണൽ മോർട്ടാലിറ്റി റേറ്റ്. അടുത്തതോ IMR. എന്താ IMRൻ്റെ ഫുൾ ഫോം? IMRൻ്റെ ഫുൾ ഫോം ആണ് മക്കളെ ഇൻഫൻറ്റ് മോർട്ടാലിറ്റി റേറ്റ്. IMRൻ്റെ ഫുൾ ഫോം എന്താ? ഇൻഫൻറ്റ് മോർട്ടാലിറ്റി റേറ്റ്. MMRഉം IMRഉം. ഓക്കെ, നെക്സ്റ്റ് വൺ. അപ്പോൾ 1 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻസ് സിമ്പിളാണ്. അടുത്തത് ആൻസർ എനി 9 ക്വസ്റ്റ്യൻസ് ഫ്രം 5 to 14 ഈച്ച് ക്യാരീസ് 2 സ്കോർസ്. ഓക്കെ, 2 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻസ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോവാം. നോക്കിക്കോളൂ. ഒന്നാമത്തത്, റൈറ്റ് ദ 2 പ്രോഗ്രാംസ് ഇംപ്ലിമെൻറ്റഡ് ഇൻ ഇന്ത്യ ടു അറ്റൈൻ റീപ്രൊഡക്റ്റീവ് ഹെൽത്ത് ആസ് എ സോഷ്യൽ ഗോൾ. ഓക്കെ, റീപ്രൊഡക്റ്റീവ് ഹെൽത്ത് ഒരു സോഷ്യൽ ഗോളാക്കി തീർക്കാൻ വേണ്ടിയിട്ട് ഇന്ത്യയിൽ ഇംപ്ലിമെൻറ്റ് ചെയ്തത് 2 പ്രോഗ്രാമുകൾ ഏതൊക്കെയാണ്? ഓക്കെ, ഒന്നാമത്തെ പ്രോഗ്രാമാണ് മക്കളെ ഫാമിലി പ്ലാനിങ് പ്രോഗ്രാം. പറയാം മക്കളെ, ഒന്നാമത്തെ പ്രോഗ്രാം ഏതാ? ഫാമിലി പ്ലാനിങ് പ്രോഗ്രാം. അത് കൊണ്ടുവന്ന വർഷം എന്ന് പറഞ്ഞാൽ 1951 ആണ്. ഓക്കെ, പിന്നെ രണ്ടാമത്തെ പ്രോഗ്രാമാണ് റീപ്രൊഡക്റ്റീവ് ആൻഡ് ചൈൽഡ് ഹെൽത്ത് കെയർ അഥവാ RCH പ്രോഗ്രാം. ഓക്കെ, റീപ്രൊഡക്റ്റീവ് ആൻഡ് ചൈൽഡ് ഹെൽത്ത് കെയർ അഥവാ RCH പ്രോഗ്രാം. ഓക്കെ, എന്നിട്ട് നിങ്ങൾ നോക്കൂ. റൈറ്റ് എനി 2 സ്ട്രാറ്റജീസ് ബ്രോഡ് ബൈ ഇറ്റ്. അവർ കൊണ്ടുവന്ന സ്ട്രാറ്റജീസ് എന്തൊക്കെയാണ്? കുറേ സ്ട്രാറ്റജി നമ്മൾ പഠിച്ചിട്ടുണ്ടാവും. പിന്നെ കൗൺസിലിംഗ് ആൻഡ് ക്രിയേറ്റിംഗ് അവയർനെസ് എമംഗ് പീപ്പിൾ. ഓക്കെ, കൗൺസിലിംഗ് ആൻഡ് ക്രിയേറ്റിംഗ് അവയർനെസ് എമംഗ് പീപ്പിൾ. ഏതെങ്കിലും 2 സ്ട്രാറ്റജി ചെയ്താൽ മതി കേട്ടോ. കൗൺസിലിംഗ് ആൻഡ് ക്രിയേറ്റിംഗ് അവയർനെസ് എമംഗ് പീപ്പിൾ. പിന്നെ അതേപോലെ ഇൻട്രൊഡക്ഷൻ ഓഫ് സെക്സ് എഡ്യൂക്കേഷൻ ഇൻ സ്കൂൾസ്. സ്കൂളുകളിൽ എന്ത് ചെയ്യുക? സെക്സ് എഡ്യൂക്കേഷൻ കൊണ്ടുവരിക. ഓക്കെ, കുറേ പോയിന്റുകൾ നിങ്ങൾ പഠിച്ചിട്ടുണ്ടാവും. അതിൽ ഏതെങ്കിലും 2 പോയിന്റ് എഴുതുക കേട്ടോ. ഓക്കെ, ഏതെങ്കിലും 2 പോയിന്റ് എഴുതുക. പിന്നെ അതേപോലെ സ്റ്റാറ്റ്യൂട്ടറി ബാൻ ഓൺ അമ്നിയോസെൻറ്റസിസ് പഠിച്ചിട്ടുണ്ടാവും. പ്രൊവൈഡിങ് ഫാമിലി വെൽഫെയർ ഇൻഫർമേഷൻ, ടേക്ക് നെസസറി സ്റ്റെപ്സ് ടു പ്രിവെൻറ്റ് സോഷ്യൽ ഈവിൾസ്. അല്ലെങ്കിൽ എന്താ പറയുക, ഈ അമ്മമാർക്ക് പ്രഗ്നൻ്റ് ആയിട്ടുള്ള മദേഴ്സിന് വേണ്ട പ്രോപ്പർ കെയർ കൊടുക്കുക. പിന്നെ റിസർച്ച് ഓൺ വേരിയസ് റീപ്രൊഡക്ഷൻ റിലേറ്റഡ് ആസ്പെക്ട്സ്
അപ്പോൾ ഇത്തരം കാര്യങ്ങളിലൊക്കെ ഇതിൽ ഈ 5-6 പോയിന്റുകളുണ്ട്. ഇതിൽ ഏതെങ്കിലും 2 പോയിന്റ് എഴുതിയാൽ സിമ്പിളായിട്ട് നിങ്ങൾക്ക് മാർക്ക് കിട്ടും. ഓക്കെ, അപ്പോൾ 2 പ്രോഗ്രാമിൻ്റെ പേര് എഴുതുക, ഏതെങ്കിലും 2 സ്ട്രാറ്റജി എഴുതുക. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കിക്കോളൂ. റൈറ്റ് ദ നീഡ് ഫോർ ടെസ്റ്റിസ് ടു ബി പ്ലേസ്ഡ് ഇൻസൈഡ് ദ സ്ക്രോട്ടം. എന്തിനാണ് ടെസ്റ്റിസ് സ്ക്രോട്ടത്തിൻ്റെ ഉള്ളിൽ വെക്കുന്നത് ഇൻസ്റ്റെഡ് ഓഫ് പ്ലേസിങ് ഇൻസൈഡ് ദ മെയിൽ ബോഡി? മെയിൽ ബോഡിൻ്റെ ഉള്ളിൽ വെക്കുന്നതിന് പകരം ടെസ്റ്റിസ് എന്തിന് സ്ക്രോട്ടത്തിൽ കൊണ്ടുപോയി വെച്ചു? ഓക്കെ, എന്തിനാണ് സ്ക്രോട്ടത്തിൽ കൊണ്ടുപോയി വെച്ചിട്ടുള്ളത്? ടു ഡിക്രീസ് ദ ബോഡി ടെമ്പറേച്ചർ. ഓക്കെ, സോറി, ടു ഡിക്രീസ് ദ ടെമ്പറേച്ചർ ഓഫ് ടെസ്റ്റിസ്. ടെസ്റ്റിസ് നിൽക്കുന്ന സ്ഥലത്ത് എന്ത് കുറക്കണം? ടെമ്പറേച്ചർ കുറക്കണം. എത്ര കുറക്കണം? 2 to 2.5 degrees Celsius lower than 2 to 2.5 degrees Celsius lower than നോർമൽ ബോഡി ടെമ്പറേച്ചർ. നോർമൽ ബോഡി ടെമ്പറേച്ചറിനേക്കാൾ 2 to 2.5 ഡിഗ്രി സെൽഷ്യസ് എന്തായിരിക്കണം? കുറവായിരിക്കണം. ഇറ്റ് ഈസ് നെസസറി ഫോർ, അത് എന്തിന് നെസസറി ആണ്? സ്പെർമാറ്റോജനസിസ്. പറയാം മക്കളെ, അത് എന്തിന് നെസസറിയാ? സ്പെർമാറ്റോജനസിസ്. അപ്പോൾ അങ്ങനെ ടെമ്പറേച്ചർ കുറഞ്ഞാലേ ടെസ്റ്റിസിന് മര്യാദയ്ക്ക് എന്ത് പ്രൊഡ്യൂസ് ചെയ്യാൻ പറ്റുള്ളൂ? സ്പേം പ്രൊഡ്യൂസ് ചെയ്യാൻ പറ്റുള്ളൂ. ഓക്കെ അല്ലേ? ഇതാണ് ചോദിച്ചിട്ടുള്ളത്. നെക്സ്റ്റ് വൺ, എക്സ്പ്ലെയിൻ ദ ലെയേഴ്സ് ഓഫ് യൂട്ടറിൻ വാൾ വിത്ത് ദ ഫംഗ്ഷൻസ് ഓഫ് എനി 2 ലെയേഴ്സ്. യൂട്രസിൻ്റെ വാളിൻ്റെ ഫംഗ്ഷൻസ് എഴുതാൻ, പേരുകൾ എഴുതാൻ, എന്നിട്ട് അതിൻ്റെ ഏതെങ്കിലും 2 ലെയേഴ്സിൻ്റെ ഫംഗ്ഷൻ എഴുതാൻ. നോക്കൂ, ഫസ്റ്റ് വൺ ഔട്ടർ ലെയർ. ഓക്കെ, ഔട്ടർ ലെയറിൻ്റെ പേരാണ് എന്ത്? പെരിമെട്രിയം. പറയാം മക്കളെ, ഔട്ടർ ലെയറിൻ്റെ പേരെന്താ? പെരിമെട്രിയം. ഓക്കെ, മിഡിൽ ലെയർ. യൂട്രസിൻ്റെ മിഡിൽ ലെയറിൻ്റെ പേരാണെന്ത്? മയോമെട്രിയം. പറയൂ മക്കളെ, മിഡിൽ ലെയറിൻ്റെ പേരെന്താ? മയോമെട്രിയം. ഓക്കെ, എന്താ മയോമെട്രിയത്തിൻ്റെ പ്രത്യേകത? ഇറ്റ് അണ്ടർഗോസ്, അതിനെന്ത് അണ്ടർഗോ ചെയ്യും? സ്ട്രോങ് കൺട്രാക്ഷൻ. നല്ലോണം കൺട്രാക്ഷൻ നടക്കും. സ്ട്രോങ് കൺട്രാക്ഷൻ ഡ്യൂറിങ് ഡെലിവറി ഓഫ് ബേബി. ഒരു കുട്ടിനെ പ്രസവിക്കുന്ന സമയത്ത് നല്ലോണം കൺട്രാക്ഷൻ നടക്കുന്ന ലെയർ ഏതാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഏത് ലെയറാ? മയോമെട്രിയമാണ്. ഓക്കെ, അടുത്തത് ഇന്നർ ലെയർ. ഇന്നർ ലെയറിൻ്റെ പേരാണ് മക്കളെ എന്ത്? എൻഡോമെട്രിയം. പറയാം മക്കളെ, ഇന്നർ ലെയറിൻ്റെ പേരെന്താ? എൻഡോമെട്രിയം. എന്താ അതിൻ്റെ പ്രത്യേകത? ഓക്കെ, ഇറ്റ് ഈസ് എ ഗ്ലാൻഡുലാർ ലെയർ. ഇറ്റ് ഈസ് എ ഗ്ലാൻഡുലാർ ലെയർ ആൻഡ് അണ്ടർഗോസ്, എന്താ അണ്ടർഗോ ചെയ്യുക? സൈക്ലിക്കൽ ചേഞ്ചസ് ഡ്യൂറിങ് മെൻസ്ട്രുവൽ സൈക്കിൾ. ഇതൊരു ഗ്ലാൻഡുലാർ ലെയർ ആണ്. എന്ത് അണ്ടർഗോ ചെയ്യും? സൈക്ലിക്കൽ ചേഞ്ചസ് ഡ്യൂറിങ് മെൻസ്ട്രുവൽ സൈക്കിൾ. മെൻസ്ട്രുവൽ സൈക്കിളിൻ്റെ സമയത്ത് ഒരു സൈക്ലിക്കൽ ചേഞ്ചസ് എന്ത് ചെയ്യുന്നു? അണ്ടർഗോ ചെയ്യുന്നു. അപ്പോൾ ഞാനിവിടെ 3 ലെയേഴ്സ് എഴുതിക്കണേ. അതിൽ മയോമെട്രിയത്തിൻ്റെ എൻഡോമെട്രിയത്തിൻ്റെയും ഫംഗ്ഷൻ കൊടുത്തിട്ടുണ്ട്. പെരിമെട്രിയത്തിൻ്റെ ഫംഗ്ഷൻ ടെക്സ്റ്റിലും പറയണില്ല. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. ഡിഫറൻഷിയേറ്റ് ബിറ്റ്വീൻ സ്പെർമാറ്റോജനസിസ് ആൻഡ് oogenesis. സിമ്പിൾ ക്വസ്റ്റ്യനാണ്. ഓക്കെ, ഒരു കോളം വരയ്ക്കുക. ഒന്നാമത്തെ കോളത്തിൽ എന്തെഴുതുക? സ്പെർമാറ്റോജനസിസും മറ്റേ കോളത്തിൽ എന്ത്? oogenesisഉം എഴുതുക. 2 കോളം വരയ്ക്കുക. ഓക്കെ, എന്നിട്ട് അങ്ങനെ ഡിഫറൻഷിയേറ്റ് ചെയ്യുക. വളരെ സിമ്പിൾ അല്ലേ? 2 മാർക്കിൻ്റെ ക്വസ്റ്റ്യനാണ്. ഒരു 4 പോയിന്റ് ഏറ്റവും ചുരുങ്ങിയത് എഴുതിയാൽ മതി. ഓക്കെ, ഇറ്റ് ഈസ് ദ പ്രോസസ് ഓഫ് ഫോർമേഷൻ ഓഫ് സ്പെർം. It is the process of formation of sperm. സ്പേം ഫോം ചെയ്യുന്ന പ്രോസസ്സിനെ വിളിക്കുന്ന പേരാണെന്ത്? സ്പെർമാറ്റോജനസിസ്. എന്തായിരിക്കും oogenesis എന്ന് പറഞ്ഞാൽ? ഇറ്റ് ഈസ് ദ പ്രോസസ് ഓഫ് ഫോർമേഷൻ ഓഫ് ഓവം. ഓവം ഫോം ചെയ്യുന്ന പ്രോസസ്സാണെന്ത്? oogenesis. ഇനി സ്പെർമാറ്റോജനസിസിൽ രണ്ടാമത്തെ പോയിന്റ്, ഇറ്റ് ടേക്സ് പ്ലേസ് ഇൻ ടെസ്റ്റിസ്. അതെവിടെ നടക്കുക? ടെസ്റ്റിസിലാണ് നടക്കുക. ഓക്കെ, എന്നാൽ oogenesisലോ? ഇറ്റ് ടേക്സ് പ്ലേസ് ഇൻ ഓവറി. ഓക്കെ, അതെവിടെ നടക്കും? ഓവറിയിലാണ് നടക്കുക. ഓക്കെ, സ്പെർമാറ്റോജനസിസിലെ മൂന്നാമത്തെ പോയിന്റ്, ഇറ്റ് ടേക്സ് പ്ലേസ് എവറി ഡേ. എല്ലാ ദിവസവും എന്ത് നടക്കും? സ്പെർമാറ്റോജനസിസ് നടക്കും. എന്നാൽ oogenesisഓ? ഇറ്റ് ടേക്സ് പ്ലേസ് വൺസ് ഇൻ എ മന്ത്. മാസത്തിൽ ഒരിക്കൽ മാത്രമേ എന്ത് നടക്കൂ?
oogenesis നടക്കും. ഓക്കെ, സ്പെർമാറ്റോജെനസിസിൽ നോ പോളാർ ബോഡി ഫോർമേഷൻ. പോളാർ ബോഡി ഫോർമേഷൻ ഒന്നും ഇല്ല സ്പെർമാറ്റോജെനസിസിൽ. എന്നാൽ oogenesisലോ പോളാർ ബോഡി ഈസ് പ്രൊഡ്യൂസ്ഡ്, ഈസ് ഫോംഡ്. പോളാർ ബോഡി ഫോം ചെയ്യുന്നു. ഇതാണ് എന്ത് സ്പെർമാറ്റോജെനസിസും oogenesisഉം തമ്മിലുള്ള വ്യത്യാസങ്ങൾ. വേറെ നിങ്ങൾക്ക് അറിയുന്ന വ്യത്യാസങ്ങൾ ഉണ്ടെങ്കിൽ എഴുതാം. 2 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻസ് ആണ്. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. ഹൗ മെനി സ്പെർമാറ്റോസോവ ആൻഡ് ഓവ, സ്പെർമാറ്റോസോവ എന്ന് പറഞ്ഞാൽ സ്പെർം, ഓവ ആർ പ്രൊഡ്യൂസ്ഡ് ഫ്രം 50 സെക്കൻഡറി സ്പെർമാറ്റോസൈറ്റ്. 50 സെക്കൻഡറി സ്പെർമാറ്റോസൈറ്റും ആൻഡ് 75 സെക്കൻഡറി oocyte. ഓക്കെ, നിങ്ങൾക്കറിയാലോ ഒരു സെക്കൻഡറി സ്പെർമാറ്റോസൈറ്റിൽ നിന്ന്, ശരിക്കും കേൾക്കണേ, ഒരു സെക്കൻഡറി സ്പെർമാറ്റോസൈറ്റിൽ നിന്ന് രണ്ട് സ്പെർമാണ് പ്രൊഡ്യൂസ് ചെയ്യുക. അതെല്ലാവർക്കും അറിയുന്ന കാര്യമല്ലേ. അതേപോലെ ഒരു സെക്കൻഡറി oocyte നിന്ന് ഒരു ഓവം ആണ് എന്ത് ചെയ്യുക, പ്രൊഡ്യൂസ് ചെയ്യുക. അങ്ങനെയാണെങ്കിൽ 50 സെക്കൻഡറി സ്പെർമാറ്റോസൈറ്റിൽ നിന്നും 50 സെക്കൻഡറി സ്പെർമാറ്റോസൈറ്റിൽ നിന്ന് എത്ര സ്പേം പ്രൊഡ്യൂസ് ചെയ്യും എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ 50 × 2 ആണ്, അഥവാ 100 സ്പേംസ്. എത്ര സ്പേമാണ് പ്രൊഡ്യൂസ് ചെയ്യുക? 100 സ്പേം പ്രൊഡ്യൂസ് ചെയ്യും. കാരണം × 2 വെച്ചിട്ട് ചെയ്താൽ മതി. അതേപോലെ 75 സെക്കൻഡറി oocyteകളിൽ നിന്നും 75 സെക്കൻഡറി oocyte നിന്ന് എത്ര ഓവം പ്രൊഡ്യൂസ് ചെയ്യും എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ 75 × 1 അഥവാ 75 ഓവ ആണ് എന്ത് ചെയ്യുക, പ്രൊഡ്യൂസ് ചെയ്യുക. ഓക്കെ, ഇങ്ങനെയാണ് നിങ്ങൾ പഠിച്ചു വെക്കേണ്ടത് കേട്ടോ. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. 10ാമത്തെ ക്വസ്റ്റ്യൻ. റൈറ്റ് ദ ക്വാളിറ്റീസ് ഓഫ് ആൻ ഐഡിയൽ കോൺട്രസെപ്റ്റീവ്. ഒരു ഐഡിയൽ കോൺട്രസെപ്റ്റീവ് മെത്തേഡിൻ്റെ ക്വാളിറ്റീസ് എന്തൊക്കെയായിരിക്കണം? ഓക്കെ, എന്തൊക്കെയായിരിക്കണം ക്വാളിറ്റീസ്? 1, യൂസർ ഫ്രണ്ട്ലി, മര്യാദയ്ക്ക് അത് ഉപയോഗിക്കാൻ പറ്റണം. പിന്നെ ഈസിലി അവൈലബിൾ, പെട്ടെന്ന് കിട്ടണം, ഈസിലി അവൈലബിൾ. പിന്നെ ചീപ്പായിരിക്കണം, വില കുറവായിരിക്കണം. പിന്നെ അതേപോലെ തന്നെ എഫക്റ്റീവ് ആയിരിക്കണം, റിവേഴ്സിബിൾ ആയിരിക്കണം. പിന്നെ ഇറ്റ് ഷുഡ് ബി വിത്ത് നോ ഓർ ലീസ്റ്റ് സൈഡ് എഫക്ട്സ്, സൈഡ് എഫക്റ്റുകളൊന്നും ഉണ്ടാവരുത്. പിന്നെയോ ഇറ്റ് ഷുഡിൻറ്റ് ഇൻ്റർഫിയർ വിത്ത് ദ സെക്ഷൽ ഡിസയർ ഓഫ് ദ യൂസർ. ഇത് ഉപയോഗിക്കുന്ന ആളുടെ ലൈംഗിക തൃപ്തിനെ അത് ബാധിക്കരുത്. ഓക്കെ, അപ്പോൾ ഇതൊക്കെ ഒരു ഐഡിയൽ കോൺട്രസെപ്റ്റീവിൻ്റെ എന്താ പറയുക, ഫീച്ചേഴ്സാണ് അല്ലെങ്കിൽ ക്വാളിറ്റീസാണ്. ഇതിൽ ഏതെങ്കിലും ഒരു 4 ഇതേ 2 മാർക്ക് കിട്ടും കേട്ടോ. വളരെ സിമ്പിൾ ക്വസ്റ്റ്യൻ ആണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കുക. ഡിഫറൻഷിയേറ്റ് ബിറ്റ്വീൻ ദ പ്രോസസ് ഗിവൺ ഇൻ ദ ഫോളോയിങ് ടേബിൾ. ഓക്കെ, ഫോളോയിങ് ഫിഗർ നോക്കുക. എന്താണ് ഈ ഫിഗർ? ഓക്കെ, വാസ് ഡിഫറൻസ് കട്ട് ചെയ്തെടുക്കുന്നു. ഈ പ്രോസസ്സിനെ വിളിക്കുന്ന പേരാണ് എന്ത്? വാസെക്ടമി. പറയാം മക്കളെ, എന്താ വിളിക്കുക? വാസെക്ടമി. അടുത്തത് ഫലോപ്പിൻ ട്യൂബ് കട്ട് ചെയ്യുന്നു. ഇതിനെ വിളിക്കുന്ന പേരാണെന്ത്? ട്യൂബക്ടമി. അപ്പോൾ വാസെക്ടമിയാണ് ട്യൂബക്ടമിയാണെന്ന് ക്വസ്റ്റ്യനിൽ തന്നിട്ടില്ല, ഫിഗർ തന്നിട്ട് അതിനെ ഡിഫറൻഷിയേറ്റ് ചെയ്യാൻ പറയുന്നു. അപ്പോൾ നമുക്ക് അത് രണ്ടും തമ്മിലുള്ള ഡിഫറൻസ് ചെയ്താൽ ഓക്കെ, വാസെക്ടമി അതേപോലെ തന്നെ ട്യൂബക്ടമി. വാസെക്ടമിയും ട്യൂബക്ടമിയും തമ്മിലുള്ള ഡിഫറൻസ് എഴുതാം. ഓക്കെ, എന്താ വാസെക്ടമിൻ്റെ പ്രത്യേകത? സർജിക്കൽ മെത്തേഡ് ഇൻ മെയിൽസിലെ സർജിക്കൽ മെത്തേഡാണ് എന്ത്? വാസെക്ടമി. സർജിക്കൽ മെത്തേഡ് ഇൻ മെയിൽസ് ആണെന്ത്? വാസെക്ടമി. എന്നാൽ സർജിക്കൽ മെത്തേഡ് ഇൻ ഫീമെയിൽസ് ആണ് എന്ത്? ട്യൂബക്ടമി. സർജിക്കൽ മെത്തേഡാണ് എന്ത്? ട്യൂബക്ടമി. ഓക്കെ അല്ലേ? പിന്നെ വാസെക്ടമിയിലെ 2ാമത്തെ പോയിന്റ്, എ സ്മോൾ പാർട്ട് ഓഫ് vas difference is cut and tied separately through
എ സ്മോൾ ഇൻസിഷൻ ഓൺ സ്ക്രോട്ടം. സ്ക്രോട്ടത്തിലൊരു ചെറിയ ഇൻസിഷൻ ഇട്ടിട്ട്, ഇൻസിഷൻ എന്ന് പറഞ്ഞാൽ ചെറിയൊരു മുറിവ്. ഓക്കെ, അപ്പോൾ വാസ് ഡിഫറൻസിൻ്റെ ഒരു സ്മോൾ പാർട്ട് എന്ത് ചെയ്യുന്നു, കട്ട് ചെയ്തിട്ട് സെപ്പറേറ്റ്ലി ടൈ ചെയ്യുന്നു. എന്നാൽ ട്യൂബെക്ടമിയിലോ എ സ്മോൾ പാർട്ട് ഓഫ് fallopian tube is cut and tied separately through a small incision on abdomen or vagina. അബ്ഡമനിലോ വജൈനയിലോ ഒരു ഇൻസിഷൻ ഇട്ടിട്ട് ഫലോപ്പിൻ ട്യൂബിൻ്റെ ഭാഗങ്ങൾ എന്ത് ചെയ്യുന്നു, കട്ട് ചെയ്യുന്നു. ഓക്കെ, കട്ട് ചെയ്തിട്ട് സെപ്പറേറ്റ്ലി ടൈ ചെയ്യുന്നു. ഇതാണെന്ത്, ട്യൂബെക്ടമി. വാസക്ടമിയിൽ പാസേജ് ഓഫ് സ്പേം ഈസ് പ്രിവെൻറ്റഡ്. സ്പേമിൻ്റെ പാസേജ് ബ്ലോക്ക്ഡ് ആണ്, അല്ലെങ്കിൽ ബ്ലോക്ക്ഡ് ആണ്, പ്രിവെൻറ്റഡ് ആണ്. ഓക്കെ, എന്നാൽ ട്യൂബെക്ടമിയിലോ പാസേജ് ഓഫ് ഓവം ഈസ് പ്രിവെൻറ്റഡ്. ഓവത്തിൻ്റെ പാസേജാണ് എന്ത്, ബ്ലോക്ക്ഡ് ആയിട്ടുള്ളത്. ഓക്കെ, ഇതാണ് വാസക്ടമി ട്യൂബെക്ടമി തമ്മിലുള്ള ഡിഫറൻസുകൾ. ഓക്കെ അല്ലേ? നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കിക്കോളൂ. ഡിഫൈൻ മെനാർക്ക് ആൻഡ് മെനോപോസ്. ഓക്കെ, എന്താ മെനാർക്ക് എന്ന് പറഞ്ഞാൽ? നിങ്ങൾക്ക് അറിയുന്നൊരു സംഭവമാണ് മെനാർക്ക്. വളരെ സിമ്പിൾ അല്ലേ? ഓക്കെ, ഫസ്റ്റ് മെൻസ്ട്രുവേഷൻ ആണ് വിച്ച് സ്റ്റാർട്ട്സ് അറ്റ് പ്യൂബർട്ടി. ഓക്കെ, അത് സ്റ്റാർട്ട് ചെയ്തത് എപ്പോഴാണ്? പ്യൂബർട്ടിയിലാണ്. ഫസ്റ്റ് മെൻസ്ട്രുവേഷൻ വിച്ച് സ്റ്റാർട്ട്സ് അറ്റ് പ്യൂബർട്ടി, അതിനെ വിളിക്കുന്ന പേരാണെന്ത്, മെനാർക്ക്. എന്നാൽ എന്താണ് മെനോപോസ്? ഓക്കെ, സീസ് ഓർ സ്റ്റോപ്പ് ഓഫ് മെൻസ്ട്രുവൽ സൈക്കിൾ. മെൻസ്ട്രുവൽ സൈക്കിൾ അവസാനിക്കുക. മെൻസ്ട്രുവൽ സൈക്കിൾ അറ്റ് ദ ഏജ് ഓഫ് 50 years. ഏകദേശം ഒരു 50 വയസ്സൊക്കെ ആകുമ്പോഴത്തേനും മെൻസ്ട്രുവൽ സൈക്കിൾ എന്ത് ചെയ്യും, സ്റ്റോപ്പ് ചെയ്യും. അതിനെ വിളിക്കുന്ന പേരാണെന്ത്, മെനോപോസ്. അടുത്തത്, റൈറ്റ് ദ റീസൺസ് ഫോർ ലാക്ക് ഓഫ് മെൻസ്ട്രുവൽ സൈക്കിൾ ഇൻ എ ഫീമെയിൽ. ഒരു ഫീമെയിലിൽ മെൻസ്ട്രുവൽ സൈക്കിൾ ഇല്ലാതിരിക്കാനുള്ള റീസൺസ് എന്തൊക്കെയാണ്? ഓക്കെ, ഒന്നുകിൽ മെൻസ്ട്രുവൽ സൈക്കിൾ ഇല്ലാതിരിക്കാനുള്ള ഒരു റീസൺ ആണെന്ത്, പ്രഗ്നൻസി. പ്രഗ്നൻ്റ് ആയിട്ടുള്ള ഫീമെയിൽസിന് എന്തുണ്ടാവില്ല, മെൻസ്ട്രുവൽ സൈക്കിൾ ഉണ്ടാവില്ല. പിന്നെ സ്ട്രെസ് ഉള്ളവർക്ക്, അതേപോലെ പുവർ ഹെൽത്ത്, ഇത്തരം കേസിലൊക്കെ മെൻസ്ട്രുവൽ സൈക്കിൾ ഇറഗുലർ ആവുകയോ ഇല്ലാതിരിക്കുകയോ ഒക്കെ ചെയ്യാം. ഓക്കെ, അപ്പോൾ മെനാർക്ക് എന്താണെന്ന് എഴുതണം, മെനോപോസ് എന്താണെന്ന് എഴുതണം. ഇതിന് എന്തെങ്കിലും 1-2 റീസൺസ് എഴുതി വെച്ചാൽ സിമ്പിളായിട്ട് മാർക്ക് കിട്ടും. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. പ്രസൻസ് ഓർ ആബ്സെൻസ് ഓഫ് ഹൈമൻ ഈസ് എ റിലയബിൾ ഇൻഡിക്കേറ്റർ ഓഫ് വിർജിനിറ്റി. ഡു യു എഗ്രി വിത്ത് ദി സ്റ്റേറ്റ്മെന്റ്? നോ. ഓക്കെ, ഹൈമൻ ഉണ്ട് ഇല്ല എന്നുള്ളത് എന്തല്ല, ഈസ് നോട്ട് എ റിലയബിൾ ഇൻഡിക്കേറ്റർ ആണ്. അങ്ങനെ നമ്മൾ പഠിച്ചിട്ടുള്ളത് കേട്ടോ. പ്രസൻസ് ഓർ ആബ്സെൻസ് ഓഫ് ഹൈമൻ ഈസ് നോട്ട് എ റിലയബിൾ ഇൻഡിക്കേറ്റർ ഓഫ് വിർജിനിറ്റി. ഓക്കെ, അപ്പോൾ ഡു യു എഗ്രി വിത്ത് ദി സ്റ്റേറ്റ്മെന്റ് ചോദിച്ചാൽ നോ. എക്സ്പ്ലെയിൻ. എന്തുകൊണ്ടെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒരു 3 പോയിന്റ് എഴുതിയാൽ മതി. ഹൈമൻ ഈസ് ടോൺ എന്ന് പറഞ്ഞാൽ പൊട്ടുക, ബ്രേക്ക് ആവുക ഡ്യൂറിങ് ഫസ്റ്റ് കോയിറ്റസ്. ആദ്യത്തെ കോയിറ്റസിൽ തന്നെ ഹൈമൻ ബ്രേക്ക് ആവും. ഇൻ മെനി കേസസ്, മിക്കവാറും കേസുകളിലും. എന്നാൽ ഹൈമൻ ക്യാൻ ഓൾസോ ബി ബ്രോക്കൺ ബൈ എ. ഹൈമൻ അല്ലാതെയും പൊട്ടാം. എങ്ങനെ പൊട്ടാം? എ സഡൻ ഫാൾ ഓർ ജോൾട്ട്. പെട്ടെന്നുള്ളൊരു വീഴ്ച കാരണം എന്ത് പൊട്ടാം? ഹൈമൻ പൊട്ടാം. അല്ലെങ്കിൽ ഇൻസേർഷൻ ഓഫ് വജൈനൽ ടാമ്പോൺ ഇൻസേർട്ട് ചെയ്താൽ എന്ത് ബ്രേക്ക് ആവാം? ഹൈമൻ ബ്രേക്ക് ആവാം. പിന്നെ അല്ലെങ്കിലോ ആക്റ്റീവായിട്ട് പാർട്ടിസിപ്പേഷൻ നടക്കുന്നു. ആക്റ്റീവ് പാർട്ടിസിപ്പേഷൻ ഇൻ സ്പോർട്സ് ലൈക്ക് ഹോഴ്സ് റൈഡിങ്, സൈക്ലിംഗ് എക്സെട്ര. ഓക്കെ, അങ്ങനെയും പൊട്ടാം. പിന്നെ വേറൊരു പോയിന്റും കൂടി പറയുന്നുണ്ട്. ഇൻ സം വുമൻ, ചില ഫീമെയിൽസിൽ ഹൈമൻ പെർസിസ്റ്റ് ഈവൻ ആഫ്റ്റർ കോയിറ്റസ്. ഹൈമൻ കോയിറ്റസിന് ശേഷവും എന്ത് ചെയ്യും?
നിലനിൽക്കും. ഹൈമൻ പെർസിസ്റ്റ് ഈവൻ ആഫ്റ്റർ കോയിറ്റസ്. അപ്പോൾ ഈ കാര്യങ്ങളൊക്കെ കൂട്ടി വായിക്കുമ്പോൾ നമുക്കൊരു കാര്യം പറയാൻ പറ്റും. ഹൈമൻ ഉണ്ട് എന്ന് വിചാരിച്ചിട്ട് ഒരു ഫീമെയിൽ വിർജിൻ ആവണം എന്നില്ല, ഹൈമൻ ഇല്ല എന്ന് വിചാരിച്ചിട്ട് ഒരു ഫീമെയിൽ വിർജിൻ അല്ല എന്നും എന്തില്ല അർത്ഥമില്ല. ഓക്കെ, അപ്പോൾ പ്രസൻസ് ഓർ ആബ്സെൻസ് ഓഫ് ഹൈമൻ ഈസ് എ റിലയബിൾ ഇൻഡിക്കേറ്റർ എന്ന് പറഞ്ഞാൽ തെറ്റാ. ഈസ് നോട്ട് എ റിലയബിൾ ഇൻഡിക്കേറ്റർ ഓഫ് വിർജിനിറ്റി എന്നാണ് നമുക്ക് പഠിക്കാനുള്ളത് കേട്ടോ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കുക. എക്സ്പ്ലെയിൻ എനി 2 മെത്തേഡ്സ് ഓഫ് എംബ്രിയോ ട്രാൻസ്ഫർ ഫോളോഡ് ബൈ ഇൻവിട്രോ ഫെർട്ടിലൈസേഷൻ. നിങ്ങൾ കേട്ടിട്ടുണ്ടാവും IVF. ഓക്കെ, ഇൻ കേസ് ഓഫ് ആൻ ഇൻഫെർട്ടൈൽ കപ്പിൾ. ഈ IVF ചെയ്തതിന് ശേഷം നമ്മൾ എന്ത് നടത്തണം? എംബ്രിയോ ട്രാൻസ്ഫർ നടത്തണം, ET നടത്തണം. ഏതെങ്കിലും 2 മെത്തേഡ് ഓഫ് എംബ്രിയോ ട്രാൻസ്ഫർ എക്സ്പ്ലെയിൻ ചെയ്യാനാണ് പറയുന്നത്. 2 മെത്തേഡ് ഉണ്ട്. ഒന്നാമത്തെ മെത്തേഡാണ് എന്ത്? സിഫ്റ്റ്. എന്താ വിളിക്കുക? സിഫ്റ്റ്. രണ്ടാമത്തെ മെത്തേഡോ IUT. സിഫ്റ്റും IUTയും. എന്താ സിഫ്റ്റിൻ്റെ ഫുൾ ഫോം? സിഫ്റ്റിൻ്റെ ഫുൾ ഫോം ആണോ മക്കളെ? സൈഗോട്ട് ഇൻട്രാ ഫെലോപ്പിയൻ ട്രാൻസ്ഫർ. പറ മക്കളെ, സിഫ്റ്റിൻ്റെ ഫുൾ ഫോം എന്താ? സൈഗോട്ട് ഇൻട്രാ ഫെലോപ്പിയൻ ട്രാൻസ്ഫർ. സിഫ്റ്റിൻ്റെ ഫുൾ ഫോം ആണെന്ത്? സൈഗോട്ട് ഇൻട്രാ ഫെലോപ്പിയൻ ട്രാൻസ്ഫർ. അടുത്തത് IUT. ഓക്കെ, എന്താ IUT എന്ന് പറഞ്ഞാൽ? IUTൻ്റെ ഫുൾ ഫോം ആണോ മക്കളെ? ഇൻട്രാ യൂട്ടറിൻ ട്രാൻസ്ഫർ. പറയൂ, IUTൻ്റെ ഫുൾ ഫോം എന്താ? ഇൻട്രാ യൂട്ടറിൻ ട്രാൻസ്ഫർ. അതാണ് IUT. ഓക്കെ, എന്താ സിഫ്റ്റിൻ്റെ പ്രത്യേകത? സിഫ്റ്റ് എപ്പോൾ നമ്മൾ ചെയ്യാന്നൊരു ടു ട്രാൻസ്ഫർ zygote or embryo up to 8 blastomeres into the fallopian tube. നിങ്ങൾ നോക്കൂ, ഒരു ഇൻവിട്രോ ഫെർട്ടിലൈസേഷൻ നടത്തിയതിന് ശേഷം ഒരു ഫീമെയിലിൻ്റെ ഫലോപ്പിയൻ ട്യൂബിലേക്ക് നമ്മൾ ട്രാൻസ്ഫർ ചെയ്യണം. എന്തിനെ ട്രാൻസ്ഫർ ചെയ്യണം? ഒന്നുകിൽ സൈഗോട്ട് അല്ലെങ്കിൽ എംബ്രിയോ അപ് ടു 8 ബ്ലാസ്റ്റോമിയർ. 8 ബ്ലാസ്റ്റോമിയർ വരെയുള്ള എംബ്രിയോയോ സൈഗോട്ടിനെ ട്രാൻസ്ഫർ ചെയ്യുക എവിടേക്ക്? ഫലോപ്പിയൻ ട്യൂബിലേക്ക്. അങ്ങനെ ട്രാൻസ്ഫർ ചെയ്താൽ അതിനെ വിളിക്കുന്ന പേരാണെന്ത്? സിഫ്റ്റ്. എന്താ സിഫ്റ്റിൻ്റെ ഫുൾ ഫോം? സൈഗോട്ട് ഇൻട്രാ ഫലോപ്പിയൻ ട്രാൻസ്ഫർ. എന്നാലേ IUT ഇൻട്രാ യൂട്രിൻ ട്രാൻസ്ഫർ ഇത് എപ്പോഴാണ് ചെയ്യാം? ടു ട്രാൻസ്ഫർ embryo more than 8 blastomeres. എംബ്രിയോ മോർ ദാൻ 8 ബ്ലാസ്റ്റോമിയേഴ്സ് ആയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഇൻ ടു ദ യൂട്രസ്, അതിനെ യൂട്രസിലേക്ക് ട്രാൻസ്ഫർ ചെയ്യണം. ആ യൂട്രസിലേക്ക് ട്രാൻസ്ഫർ ചെയ്യാൻ നടത്തുന്ന പരിപാടിൻ്റെ പേരാണെന്ത്? ഇൻട്രാ യൂട്രിൻ ട്രാൻസ്ഫർ. ഇതാണ് 2 മെത്തേഡ് ഓഫ് എംബ്രിയോ ട്രാൻസ്ഫർ ഫോളോഡ് ബൈ ഇൻവിട്രോ ഫെർട്ടിലൈസേഷൻ. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. അടുത്തത് ആൻസർ എനി 3 questions ഫ്രം 15 to 18 ഈച്ച് ക്യാരീസ് 3 scores. 3 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻസ് ആണ് കേട്ടോ. നോക്കിക്കോളൂ. ഫസ്റ്റ് വൺ, റൈറ്റ് ദ ഇവൻറ്റ്സ് ഇൻ ഗസ്റ്റേഷൻ ഇൻ ഫസ്റ്റ് മന്ത്, 5th month ആൻഡ് 6th month ഓഫ് എ ഫീറ്റസ്. ഓക്കെ, സിമ്പിൾ ക്വസ്റ്റ്യൻ അല്ലേ? ഫസ്റ്റ് മന്ത്, 1ാമത്തെ മാസം കുട്ടിക്ക് ഉണ്ടാകുന്ന ഗസ്റ്റേഷൻ ഇവൻ്റ് എന്താ? ഓക്കെ, ഹാർട്ട് ഈസ് ഫോംഡ്. ഒരു എംബ്രിയോൻ്റെ ഹാർട്ട് ഫോം ചെയ്യുന്നത് ഏത് മാസമാണ്? ഫസ്റ്റ് മന്തിലാണ്. ഓക്കെ, നെക്സ്റ്റ് വൺ, 5th month, 5ാമത്തെ മാസം 2 കാര്യങ്ങളാണ്. ഒന്ന്, ഫസ്റ്റ് മൂവ്മെൻ്റ് ഓഫ് ഫീറ്റസ്. കുട്ടി ആദ്യമായിട്ട് മൂവ് ചെയ്യാൻ തുടങ്ങും. ഫസ്റ്റ് മൂവ്മെൻ്റ് ഓഫ് ഫീറ്റസും പിന്നെ അടുത്തതോ അപ്പിയറൻസ് ഓഫ് ഹെയർ ഓൺ ഹെഡ്. തലയിൽ മുടി ഡെവലപ്പ് ചെയ്ത് തുടങ്ങുന്നു. ഓക്കെ, ഈ 2 കാര്യങ്ങളാണ് 5th month സംഭവിക്കുക. ഓക്കെ, 6th month 3 കാര്യങ്ങളാണ്. ഒന്നാമത്തത് ബോഡി കവേർഡ് വിത്ത് ഫൈൻ ഹെയർസ്. അടുത്തതോ ഐലിഡ്സ് സെപ്പറേറ്റ്. അടുത്തതോ ഐലാഷസ് ആർ ഫോംഡ്. ഓക്കെ, ബോഡി കവേർഡ് വിത്ത് ഫൈൻ ഹെയർസ്, ഐലിഡ് സെപ്പറേറ്റ്, ഐലാഷസ് ആർ ഫോംഡ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കൂ. STIs are the diseases or infections that are transmitted through sexual intercourse. First question, write any 3 examples of STIs. STIsൻ്റെ എക്സാമ്പിൾ നമുക്കറിയാലോ. എയ്ഡ്സ് എഴുതാം, പിന്നെ ഹെപ്പറ്റൈറ്റിസ് ബി എഴുതാം, പിന്നെ ജെനൈറ്റൽ ഹെർപ്പീസ്, പിന്നെ അതേപോലെ സിഫിലിസ് ഉണ്ട്, ഗൊണേറിയ. ഓക്കെ,
പിന്നെ അല്ലെങ്കിൽ ക്ലമീഡിയാസിസ്, ജെനൈറ്റൽ വാർഡ്സ്, അങ്ങനെ ഏതെങ്കിലും ഒരു 3 എഴുതി വെക്കുക കേട്ടോ. അടുത്തത്, ഡു യു തിങ്ക് ഓൾ STIs ആർ ട്രാൻസ്മിറ്റഡ് ത്രൂ സെക്ഷൽ ഇൻ്റർകോഴ്സ് ഓൺലി? എല്ലാ STIസും സെക്ഷൽ ഇൻ്റർകോഴ്സ് വഴി മാത്രമാണോ ട്രാൻസ്മിറ്റ് ചെയ്യപ്പെടുക? അല്ല, നോ. ഓക്കെ, ഇഫ് നോട്ട് സോ റൈറ്റ് ദ അതർ വേസ് ഇൻ വിച്ച് സം STIs ആർ ട്രാൻസ്മിറ്റഡ്. ഇതിനെക്കുറിച്ച് നമുക്ക് പറയാം. നോക്കിക്കോളൂ, 2 STIs ഏതൊക്കെയാണെന്നോ? ഒന്ന് എയ്ഡ്സ്, മറ്റൊന്ന് ഹെപ്പറ്റൈറ്റിസ് ബി. എയ്ഡ്സും ഹെപ്പറ്റൈറ്റിസ് ബിയും ഒരു STI ആണ്, അതായത് സെക്ഷലി ട്രാൻസ്മിറ്റഡ് ആണ്, ലൈംഗിക ബന്ധം വഴി പകരുന്ന അസുഖങ്ങളാണ്. പക്ഷെ അങ്ങനെ മാത്രമൊന്നുമല്ല, അല്ലാതെയും എയ്ഡ്സും ഹെപ്പറ്റൈറ്റിസ് ബിയും എന്ത് ചെയ്യാം? പകരാം. നോക്കിക്കോളൂ, അല്ലാതെ എങ്ങനെയൊക്കെ പകരാം? ഓക്കെ, ഒന്നാമത്തെ കാര്യം, ട്രാൻസ്ഫ്യൂഷൻ ഓഫ് ബ്ലഡ് ഫ്രം ആൻ ഇൻഫെക്റ്റഡ് പേഴ്സൺ. ഓക്കെ, ഒരു അസുഖമുള്ള ആളുടെ നിന്ന് രക്തം സ്വീകരിച്ചാൽ എയ്ഡ്സോ അല്ലെങ്കിൽ ഹെപ്പറ്റൈറ്റിസ് ബി ഒക്കെ പകരാം. ഓക്കെ, പിന്നെ ട്രാൻസ്ഫ്യൂഷൻ ഓഫ് ബ്ലഡ് ഫ്രം ആൻ ഇൻഫെക്റ്റഡ് പേഴ്സൺ. അടുത്തത്, ബൈ ഷെയറിങ് ഇഞ്ചക്ഷൻ നീഡിൽസ് ആൻഡ് സിറിഞ്ചസ് വിത്ത് ആൻ ഇൻഫെക്റ്റഡ് പേഴ്സൺ. ഒരു അസുഖമുള്ള ഒരാളുമായിട്ട് ഇഞ്ചക്ഷൻ നീഡിലോ സിറിഞ്ചസ് ഒക്കെ ഷെയർ ചെയ്താൽ അങ്ങനെയും എന്ത് പകരാം? എയ്ഡ്സും ഹെപ്പറ്റൈറ്റിസ് ബിയും പകരാം. അല്ലെങ്കിലോ, ഫ്രം ഇൻഫെക്റ്റഡ് മദർ ടു ഹെർ ചൈൽഡ് ത്രൂ പ്ലാസെൻഡ. ഒരമ്മക്ക് അസുഖമുണ്ടെങ്കിൽ കുട്ടിയിലേക്കും പകരാം. എങ്ങനെ? പ്ലാസെൻഡ വഴി പകരും. ഓക്കെ, അപ്പോൾ ഇങ്ങനെയും എയ്ഡ്സും ഹെപ്പറ്റൈറ്റിസ് ബിയും പകരാം. ഓക്കെ, അപ്പോൾ STI മാത്രമാണോ ചോദിച്ചാൽ സെക്ഷലി ട്രാൻസ്മിറ്റഡ് മാത്രമല്ല, അല്ലാതെയും പകരാം എന്നുള്ളതിനൊരു എക്സാമ്പിളാണ് കേട്ടോ. അടുത്ത് നോക്കാം, എക്സ്പ്ലെയിൻ ദ 3 നാച്ചുറൽ മെത്തേഡ്സ് ഓഫ് കോൺട്രസെപ്ഷൻ. നമുക്കറിയാലോ, നാച്ചുറൽ മെത്തേഡ് 3 ടൈപ്പ് ഉണ്ട്. ഓക്കെ, ഏതാ ഒന്നാമത്തെ ടൈപ്പ്? ഒന്നാമത്തെ ടൈപ്പിൻ്റെ പേരാണത് പീരിയോഡിക് അബ്സ്റ്റിനൻസ്. പറയാം മക്കളെ, ഒന്നാമത്തെ ടൈപ്പിൻ്റെ പേരെന്താ? പീരിയോഡിക് അബ്സ്റ്റിനൻസ്, അല്ലെങ്കിൽ നമ്മളതിനെ കലണ്ടർ മെത്തേഡ് എന്ന് വിളിക്കും. ഓക്കെ, പിന്നെ രണ്ടാമത്തതോ വിത്ഡ്രോവൽ മെത്തേഡ്. രണ്ടാമത്തിൻ്റെ പേരാണത് വിത്ഡ്രോവൽ മെത്തേഡ്, അല്ലെങ്കിൽ കോയിറ്റസ് ഇൻ്ററപ്റ്റസ് എന്ന് വിളിക്കും. വിത്ഡ്രോവൽ മെത്തേഡിനെ വിളിക്കുന്ന വേറെ പേരാണെന്ത്? കോയിറ്റസ് ഇൻ്ററപ്റ്റസ്. പിന്നെ മൂന്നാമത്തത് ലാക്ടേഷണൽ അമെനോരിയ. മൂന്നാമത്തെ എന്താ? ലാക്ടേഷണൽ അമെനോരിയ. ഓക്കെ, എന്താ പീരിയോഡിക് അബ്സ്റ്റിനൻസ് എന്ന് പറഞ്ഞാൽ? കപ്പിൾസ് അവോയ്ഡ് കോയിറ്റസ്. ഓക്കെ, കോയിറ്റസ് അവോയ്ഡ് ചെയ്യണം ഫ്രം ഡേ 10 to 17 ഓഫ് മെൻസ്ട്രൽ സൈക്കിൾ. കാരണം ആ ഭാഗത്തിന് നമ്മൾ വിളിക്കുന്ന പേരാണെന്ത്? ഫെർട്ടൈൽ പീരീഡ്. ഓക്കെ, നിങ്ങൾ വളരെ ഡീറ്റെയിൽ ആയിട്ട് പഠിച്ചിട്ടുണ്ടാവും. അതായത് ഒരു കപ്പിൾസ് ഫീമെയിലിൻ്റെ മെൻസ്ട്രൽ സൈക്കിളിൻ്റെ 10 മുതൽ 17 വരെയുള്ള ദിവസങ്ങളിൽ കോയിറ്റസിൽ ഏർപ്പെടരുത്. കാരണം ആ സമയത്തിന്, ആ കാലഘട്ടത്തിന് വിളിക്കുന്ന പേരാണെന്ത്? ഫെർട്ടൈൽ പീരീഡ്. ആ സമയത്ത് കോയിറ്റസിൽ ഏർപ്പെട്ടാൽ ഫെർട്ടിലൈസേഷൻ നടന്ന് പ്രഗ്നൻ്റ് ആവാനുള്ള സാധ്യതകൾ കൂടുതലാണ്. ഓക്കെ, അപ്പോൾ പീരിയോഡിൽ അബ്സ്റ്റിനൻസ് നടത്തുക. അബ്സ്റ്റിനൻസ് എന്ന് പറഞ്ഞാൽ വിട്ട് നിൽക്കുക, അവോയ്ഡ് ചെയ്യുക. ഒരു പീരീഡിൽ കോയിറ്റസിൽ നിന്നും വിട്ട് നിൽക്കുക. ഓക്കെ അല്ലേ? അടുത്ത നോക്കൂ, വിഡ്രോവൽ മെത്തേഡ്, പിൻവലിക്കുക, തിരിച്ചെടുക്കുക എന്നൊക്കെയുള്ള അർത്ഥമാണ്. അല്ലെങ്കിൽ കോയിറ്റസ് ഇൻ്ററപ്റ്റസ്, കോയിറ്റസ് തടസ്സപ്പെടുത്തുക. ഇൻ്ററപ്റ്റസ് എന്ന് പറഞ്ഞാൽ തടസ്സപ്പെടുത്തുക എന്നുള്ള അർത്ഥം. ഓക്കെ, ഇത് നമ്മൾ പറഞ്ഞു, ഒരു മെയിൽ പാർട്ട്ണർ പെനിസ് വിഡ്രോ ചെയ്യണം. ഓക്കെ, പെനിസ് വിഡ്രോ ചെയ്യണം ഫ്രം വജൈന. എപ്പോൾ? ജസ്റ്റ് ബിഫോർ ഇജാക്കുലേഷൻ്റെ തൊട്ട് മുന്നായിട്ട്, ജസ്റ്റ് ബിഫോർ ഇജാക്കുലേഷൻ. അപ്പോൾ എന്ത് അവോയ്ഡ് ചെയ്യാൻ പറ്റും? അയാൾക്ക് ഇൻസെമിനേഷൻ അവോയ്ഡ് ചെയ്യാൻ പറ്റും. ഓക്കെ, മൂന്നാമത്തതോ ലാക്ടേഷണൽ അമിനോരിയ. ഓക്കെ, എന്താ ലാക്ടേഷണൽ മെനോ എന്ന് പറഞ്ഞാൽ മെൻസ്ട്രൽ സൈക്കിളാണ്. അപ്പോൾ ആ മെനോ എന്ന് പറഞ്ഞാലോ മെൻസ്ട്രൽ സൈക്കിൾ ആബ്സെൻ്റാണ്. ഓക്കെ, എന്ന് പറഞ്ഞാൽ ഒരു ഫീമെയിൽ ഒരു കുട്ടീനെ പ്രസവിച്ചിട്ട് ഇൻറ്റൻസ് ലാക്ടേഷൻ്റെ സമയത്ത്, നന്നായിട്ട് ലാക്ടേഷൻ നടത്തുന്ന സമയത്ത്, അഥവാ ഒരു 6 months വരെയൊക്കെ മെൻസ്ട്രൽ സൈക്കിളോ അതുമായി ബന്ധപ്പെട്ട ഓവുലേഷനോ സംഭവങ്ങളോ ഒന്നും ഉണ്ടാവില്ല. അതുകൊണ്ട് തന്നെ ആ സമയത്ത് കോയിറ്റസിൽ ഏർപ്പെട്ടാൽ പ്രഗ്നൻ്റ് ആവാനുള്ള സാധ്യതകൾ കുറവാണ്. മാക്സിമം എത്ര കാലഘട്ടം അതിൻ്റെ എഫക്റ്റീവ് ഉള്ളൂ? 6 months. 6 months തന്നെ ആവണം നിർബന്ധമൊന്നുമില്ല. അപ്പോൾ ഇൻറ്റൻസ് ലാക്ടേഷൻ്റെ സമയത്ത് മെൻസ്ട്രൽ സൈക്കിൾ ആബ്സെൻ്റ് ആയിരിക്കും, അതുമായി ബന്ധപ്പെട്ട ഓവുലേഷൻ ഒന്നും ഉണ്ടാവില്ല. അപ്പോൾ ആ സമയത്ത് കോയിറ്റസിൽ ഏർപ്പെട്ടാൽ പ്രഗ്നൻ്റ് ആവില്ല എന്ന് പറഞ്ഞു തരുന്നൊരു സംഭവമാണെന്ത്? ലാക്ടേഷണൽ അമെനോരിയ. ഓക്കെ അല്ലേ? ഇതാണ് 3 നാച്ചുറൽ മെത്തേഡ്സ് ഓഫ് കോൺട്രസെപ്ഷൻ. അടുത്ത നോക്കൂ, ലാസ്റ്റ് ക്വസ്റ്റ്യൻ, റൈറ്റ് എനി 2 ഫങ്ഷൻസ് ഓഫ് പ്ലാസൻഡ. പ്ലാസൻഡിൻ്റെ ഫങ്ഷൻസ് എന്തൊക്കെയാണ്? ഓക്കെ, ഒന്നാമത്തെ ഫംഗ്ഷൻ നിങ്ങൾക്ക് അറിയാലോ, പ്ലാസൻഡിൻ്റെ ഒന്നാമത്തെ ഫംഗ്ഷൻ ആണെന്ത്? സപ്ലൈ
ഓക്സിജൻ ആൻഡ് ന്യൂട്രിയൻസ് ടു ദ എംബ്രിയോ. ഓക്കെ, ഓക്സിജനും ന്യൂട്രിയൻസും ആർക്ക് സപ്ലൈ ചെയ്യുന്നു? എംബ്രിയോക്ക് കൊടുക്കുന്നു. പിന്നെ വേറൊരു ഫങ്ഷൻ എന്താ? റിമൂവൽ ഓഫ് CO2 and waste materials ഫ്രം ദ എംബ്രിയോ. എംബ്രിയോയിൽ നിന്നും കാർബൺ ഡയോക്സൈഡും വേസ്റ്റ് മെറ്റീരിയൽസ് എന്ത് ചെയ്യുക? റിമൂവ് ചെയ്യുക. പിന്നെ അതേപോലെ തന്നെ പ്ലാസൻഡ ആക്ട് ആസ് ആൻ എൻഡോക്രൈൻ ടിഷ്യൂ. പ്ലാസൻഡ ഒരു എൻഡോക്രൈൻ ടിഷ്യൂ ആയിട്ട് ആക്ട് ചെയ്തിട്ട് സെവറൽ ഹോർമോൺസിനെ പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്. ഏതൊക്കെയാണ് ഹോർമോൺ? ഒരു ഹോർമോൺ ആണ് മക്കളെ HCG. എന്താ പേര്? HCG. എന്താ അതിൻ്റെ ഫുൾ ഫോം? HCGൻ്റെ ഫുൾ ഫോം പഠിച്ചോളൂ. ഹ്യൂമൻ കോറിയോണിക് ഗൊണാഡോട്രോപ്പിൻ. ഓക്കെ, പിന്നെ രണ്ടാമത്തെ ഹോർമോൺ ആണ് HPL. ഓക്കെ, എന്താ HPL? ഹ്യൂമൻ പ്ലാസെൻഡൽ ലാക്ടോജൻ. HPLൻ്റെ ഫുൾ ഫോം. പിന്നെയോ ഈസ്ട്രോജൻ. മൂന്നാമത്തതാണെന്ത്? ഈസ്ട്രോജൻ. നാലാമത്തതോ പ്രൊജസ്ട്രോൺ അല്ലെങ്കിൽ പ്രൊജസ്റ്റോജൻ എന്ന് പറയും. ഓക്കെ, അപ്പോൾ 3 ഫംഗ്ഷൻ പ്ലാസൻ്റൊക്കെ ഉണ്ട്. ഏതെങ്കിലും 2 ഫംഗ്ഷൻ എഴുതാം. അടുത്തതോ ഇൻ ഫീമെയിൽസ് സം ഹോർമോൺസ് ആർ സെക്രീറ്റഡ് ഓൺലി ഡ്യൂറിങ് പ്രഗ്നൻസി. ഫീമെയിൽസിൽ ചില ഹോർമോൺസ് പ്രഗ്നൻസിൻ്റെ സമയത്ത് മാത്രം സെക്രീറ്റ് ചെയ്യുന്നതുണ്ട്. നെയിം ദം. 3 ഹോർമോൺസ് ആണ് ഒരു ഫീമെയിലിൽ പ്രഗ്നൻസിൻ്റെ സമയത്ത് മാത്രം സെക്രീറ്റ് ചെയ്യുന്ന ഹോർമോൺ കേട്ടോ. ഈസ്ട്രോജനും പ്രൊജസ്ട്രോണൊക്കെ അല്ലാത്ത സമയത്തും ഉണ്ട്. പ്രഗ്നൻസിൻ്റെ സമയത്ത് മാത്രം സെക്രീറ്റ് ചെയ്യുന്ന 3 ഹോർമോൺ. ഒന്ന് പ്ലാസൻ ഉണ്ടാക്കുന്ന HCG. അതിൻ്റെ ഫുൾ ഫോം എന്താണെന്ന് നമ്മൾ പറഞ്ഞു? ഹ്യൂമൻ കൊറിയോണിക് ഗൊണാഡോട്രോപ്പിൻ. രണ്ടാമത്തത് പ്ലാസൻഡൽ ഉണ്ടാക്കുന്ന HPL. അതിൻ്റെ ഫുൾ ഫോം പറഞ്ഞു? ഹ്യൂമൻ പ്ലാസെൻഡൽ ലാക്ടോജൻ. മൂന്നാമത്തത് ഒരു ഹോർമോണിനെ സെക്രീറ്റ് ചെയ്യും. അതിൻ്റെ പേരാണ് മക്കളെ റിലാക്സിൻ. പറയും എന്താ വിളിക്കുക? റിലാക്സിൻ. ഓക്കെ, ഈ 3 ഹോർമോൺ ഒരു ഫീമെയിലിൽ പ്രഗ്നൻസിൻ്റെ സമയത്ത് മാത്രം സെക്രീറ്റ് ചെയ്യുന്ന 3 ഹോർമോൺസാണ്. ഓക്കെ അല്ലേ? അപ്പോൾ ഇത്രയും ക്വസ്റ്റ്യൻസ് നമ്മൾ എന്ത് ചെയ്തു? ഡിസ്കസ് ചെയ്തു. അപ്പോൾ ഇതിൽ വേറെ എന്തെങ്കിലും ഡൗട്ടുകൾ ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ ചോദിച്ചാൽ മതി. ഓക്കെ, അപ്പോൾ ഇങ്ങനെയൊക്കെയാണ് നമ്മളൊരു ക്വസ്റ്റ്യൻ പേപ്പർ നിങ്ങൾ എന്ത് ചെയ്യേണ്ടത്? അറ്റൻഡ് ചെയ്യേണ്ടത്. ഏകദേശം നിങ്ങൾക്ക് ഒരു ഐഡിയ കിട്ടിയിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. ഓക്കെ, അപ്പോൾ ഇനിയുള്ള എക്സാമ്പിളൊക്കെ ഇതിൽ എന്തൊക്കെയാണോ മിസ്റ്റേക്ക് വരുത്തിയിട്ടുള്ളത് അത് നോക്കുക. മിസ്റ്റേക്ക് ഒന്നും വരാത്ത ആൾക്കാരാണെന്നുണ്ടെങ്കിൽ ഇത്തരം കാര്യങ്ങളൊക്കെ കണ്ടിട്ട് ബാക്കി കാര്യങ്ങൾ കൂടി പഠിക്കുക. ഇതിൽ നിന്ന് ചോദിക്കാത്ത ക്വസ്റ്റ്യൻസ് കൂടി പഠിക്കുക. ബാക്കി എന്തെങ്കിലും കാര്യങ്ങളൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്കിനി ഡിസ്കസ് ചെയ്യാം. അപ്പോൾ ഈ രൂപത്തിൽ നിങ്ങൾ എക്സാം എഴുതി ഇനിയുള്ള എക്സാമ്പിളൊക്കെ നല്ല രീതിക്ക് എഴുതുക. ഓൾ ദി ബെസ്റ്റ്.